RTP discussion on paper 6 financial management for September 2025. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ കേസ് സെനാരിയോ ആണ്. കേസ് സെനാരിയോ കുറച്ച് ടൈറ്റാണ്, ടു ബി ഓണസ്റ്റ്. നല്ല അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഒരു നോർമൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ അല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഫൈനൽ റേഞ്ചിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ. Mint Technology, a startup in IT infrastructure space, is planning to enter the computer networking market with a specialized offering VPN connectivity solution for enterprises with distributed office networks. സോ ഒരു IT കമ്പനി. സോ അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഒരു VPN എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്ന, ഒരു നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. Then the company recently won a significant tender from major national bank to set up secure VPN connection across 100 branches. അപ്പോൾ അവർ റീസെൻ്റ്ലി ഒരു ബാങ്കിൻ്റെ VPN കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള കോൺട്രാക്റ്റ് എടുത്തു. അപ്പോൾ അതിൽ 100 ബ്രാഞ്ച് VPN എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള കോൺട്രാക്റ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. The leadership team is excited but cautious as this move requires significant upfront investment and ongoing operational capability. കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. Then, to evaluate the financial viability of this project, you have been hired as a consultant. So, നമ്മുടെ ജോബാണ് പറഞ്ഞിരിക്കുന്നത്. They have forecasted their number for 5 years and they have assumed that they will grow at industry average of 3% afterwards. അതാണ് ഈ ക്വസ്റ്റ്യനകത്തൊരു വലിയ ക്യാച്ച് എന്ന് പറയുന്നത്. അതായത് they have forecasted their numbers for 5 years. 5 വർഷത്തേക്കാണ് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. അതൊക്കെ നമുക്കറിയാം. 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ പറഞ്ഞാൽ NBV കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി അഡീഷണൽ പറഞ്ഞേക്കുന്നു. ആൻഡ് ദേ ഹാവ് അസ്യൂംഡ് ദാറ്റ് ദേ വിൽ ഗ്രോ അറ്റ് ഇൻഡസ്ട്രി ആവറേജ് ഓഫ് 3% ആഫ്റ്റർവേർഡ്സ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് 3% വെച്ച് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്ര വർഷത്തേക്കാണ് അങ്ങനെ 3% വെച്ച് ഗ്രോ ചെയ്യണേ? ഇൻഫിനിറ്റ് പീരീഡിലേക്കാണ്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ക്യാച്ച് ഇരിക്കുന്നത്. അതായത് ഈ പറയുന്ന സംഗതി 5 വർഷത്തേക്കുള്ള പ്രൊജക്ഷൻ നമുക്കറിയാം. 5 വർഷം കഴിഞ്ഞാൽ 6ാമത്തെ വർഷം മുതൽ ഇൻഫിനിറ്റി വരെ അത് 3% വെച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇതിന് സിമിലർ ആയൊരു സെനാരിയോ എവിടെ കണ്ടിട്ടുള്ളത്? നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷൻ ചാപ്റ്ററിനകത്താണ്. അവിടെ മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിനകത്താണ് ഈ ഇൻഫിനിറ്റി വരെയുള്ള ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ നമുക്ക് മൾട്ടി സ്റ്റേജ് നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത 5 വർഷം ഇത്ര വെച്ചും 6ാമത്തെ വർഷം മുതൽ ഇൻഫിനിറ്റി വെച്ച് ഡിവിഡൻഡ് ഇത്ര വെച്ച് ഗ്രോ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെയുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ലൈഫ് 5 അല്ല, മറിച്ച് ആ ഇൻഫിനിറ്റ് പീരീഡാണ്. 5 വർഷം വരെയുള്ള ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട് ആക്യുറേറ്റ് ആയിട്ട്. 6ാമത്തെ വർഷം മുതൽ ഇൻഫിനിറ്റി വരെ പിന്നെ അത് 3% വെച്ച് ഗ്രോ ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ എങ്ങനെ എടുക്കും? അത് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷനിൽ അപ്ലൈ ചെയ്ത് അതേ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യണം, ഫോമുല അപ്ലൈ ചെയ്യണം. അതായത് D1/KE-G എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഫോമുല ബേസ് ചെയ്ത് നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിൻ്റെ ടെർമിനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസ് ഞാൻ പിന്നീട് പറയാം, ആൻസറിൽ ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇങ്ങനൊരു സെനാരിയോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇതുവരെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇതൊരു ഫൈനൽ റേഞ്ച് ആണ് ആക്ച്വലി. ടെർമിനൽ വാല്യൂ ക്യാപിറ്റൽ, അതായത് ഇൻഫിനിറ്റ് ലൈഫിലേക്കുള്ള ഒരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എങ്ങനെ എടുക്കാമെന്നൊക്കെ ഉള്ളത് നമുക്കൊരു ഫൈനൽ റേഞ്ചിൽ വരുന്നൊരു സംഗതിയാണ്. നമുക്കിവിടെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എവിടെയും വന്നിട്ടില്ല, ബട്ട് നമുക്ക് കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. ഇനി Mint will invest all the money for capex in infrastructure and equipment. Mint is planning to issue 50 million shares in lieu of the amount. അപ്പോൾ അവർ ക്യാപെക്സ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇൻഫ്രാസ്ട്രക്ചറിലും എക്യുപ്മെൻറ്റിലുമാണ് ക്യാപെക്സ് വരുന്നത്. അതിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. Then Mint will have to keep upgrading the infrastructure and equipment to cover different offices of various clients. അവർക്ക് അത് കണ്ടിന്യൂസ്ലി അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. Mint expects an initial investment of around 150 million in network access as an initial setup cost for connecting different offices. Mint needs to invest additional 10 million every year starting from beginning and is expected to grow at 10% every year. അപ്പോൾ ആദ്യത്തെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞേക്കാണ്. ആ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 150 മില്യൺ റുപ്പീസാണ്. അപ്പോൾ 1 million 10 lakh ആണ്. അപ്പോൾ 150 million എന്ന് പറയുമ്പോൾ 1500 lakh rupees ആണ് ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റാണ്, നെറ്റ്വർക്ക് കോസ്റ്റാണ്. ഇനി Mint നീഡ് ടു ഇൻവെസ്റ്റ് അഡീഷണൽ 10 million എവറി ഇയർ
ഇനി ഇത് കൂടാതെ ഓരോ വർഷവും 10 മില്യൺ രൂപ വീതം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ബിഗിനിങ്, തുടക്കം മുതൽ തന്നെ അതിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് 10% എവരി ഇയർ. അത് എല്ലാ വർഷവും 10% വെച്ച് ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പം നമ്മുടെ എക്യുപ്മെൻറ്റ് കോസ്റ്റ്, അതായത് ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 150 മില്യൺ ആണ്. അത് കൂടാതെ ഓരോ വർഷവും 10 മില്യൺ വെച്ച് എക്സ്ട്രാ കോസ്റ്റ് വരും. ആ 10 മില്യൺ എല്ലാ വർഷവും 10% വെച്ച് കൂടുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇയറിലാണ് 10 മില്യൺ വരുന്നത്. സെക്കൻഡ് ഇയറിൽ 10 മില്യന് 10% ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അത് അടുത്ത വർഷം വീണ്ടും 10% ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ കൂടെ ഉണ്ടാവും മാർക്കറ്റിനകത്ത്. അവർ ഇൻഫ്ലേഷൻ എന്നുള്ളൊരു ടേം യൂസ് ചെയ്തില്ല, പകരം എന്താ പറഞ്ഞത്, 10% വെച്ച് എല്ലാ വർഷവും ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താണ് സംഭവം, 10% ഇൻഫ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ ഓരോ ഇയറിലും നമുക്ക് 10% വെച്ച് ഈ കോസ്റ്റ് ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മളുടെ ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുക. എന്തിനു വേണ്ടിയിട്ട്, നെറ്റ്വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാം. നെറ്റ്വർക്ക് കോസ്റ്റ് ആണ്. അപ്പോൾ നെറ്റ്വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 5 വർഷത്തേക്ക് നമുക്ക് എടുക്കാം, 5 ഇയേഴ്സിലേക്ക്. ആദ്യമേ നമുക്ക് വരുന്ന നെറ്റ്വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് 150 മില്യൺ ആണ്. 150 മില്യൺ എന്ന് പറയുമ്പോൾ എത്ര ആണ്, 1500 ലാക്ക് ആണ്. ഞാൻ എല്ലാം ഇൻ ലാക്ക് തന്നെ അങ്ങ് ചെയ്യുകയാണ്, അല്ല ലാക്കല്ല, അബ്സല്യൂട്ട് വാല്യൂവിൽ തന്നെ ചെയ്യുകയാണ്. ഇനി അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ. അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ മുതൽ തന്നെ 10 മില്യൺ എവരി ഇയർ ഉണ്ട്. അപ്പോൾ 10 മില്യൺ എന്ന് പറയുമ്പോൾ 100 ലാക്ക് ആണ്, അതായത് 1 crore rupees. അത് ഓരോ വർഷവും എത്ര വെച്ച് ഇൻക്രീസ് ആവും എന്നും പറയുന്നുണ്ട്, 10% വെച്ച് ഇൻക്രീസ് ആവും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ 10 മില്യൺ തന്നെ, അതായത് 100 ലാക്ക് തന്നെ ഓരോ വർഷവും 10% വെച്ച് ഇൻക്രീസ് ആവും. അപ്പോൾ അതാണ് ഞാൻ 10% വെച്ച് കൂട്ടി കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മളുടെ നെറ്റ്വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നെറ്റ്വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടൽ നെറ്റ്വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് 15 + 1 16 കോടി രൂപയാണ് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയർ മുതൽ അത് 1 crore 10, 1 crore 21, 133 എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. ഓക്കെ ആണോ? അവിടെ വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഈ 150 മില്യൺ ഇനിഷ്യൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇയർ 1ലാണ് എന്നെങ്ങനെ മനസ്സിലാവും, അല്ലെങ്കിൽ അത് ഇയർ 0 ആയിട്ട് കണക്കാക്കിക്കൂടെ, പ്രസൻറ്റ് വാല്യൂലാണെന്ന് മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ ഒരു സംശയം വരാം. ആക്ച്വലി ആ ക്വസ്റ്റിനകത്തൊരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷേ സ്റ്റിൽ ആ 150 മില്യൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ 1 ആണ് എന്നവർ പറഞ്ഞിട്ടില്ല. അവരാകെ പറഞ്ഞത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 150 മില്യൺ ഉണ്ട് ആസ് ഇനിഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് എന്ന് മാത്രമാണ് പറയുന്നത്. പിന്നെ ഓരോ 10 മില്യൺ എല്ലാ വർഷവും ഉണ്ട് ഫ്രം ദ ബിഗിനിങ് ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ 10% എവരി ഇയർ എന്നുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടും നമ്മൾ ഫസ്റ്റ് ഇയർ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തത്. ഇവിടെ ഇയർ ബിഗിനിങ്ങിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് പറയുന്നില്ല. പ്രോജക്റ്റിൻ്റെ ബിഗിനിങ് മുതൽ ഈ 10 മില്യൺ ആവശ്യമുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ഇയർ 1 ബിഗിനിങ് ആണ് എന്നവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇയർ കോസ്റ്റ് ആയിട്ട് നമ്മളത് എടുത്തേക്കുന്നത്. ഇനി പറയണു, ദ എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേരീസ് വിത്ത് നമ്പർ ഓഫ് ബ്രാഞ്ചസ്. The equipment investment varies with the number of branches per offices. This varies with the time and currently it's 0.1 million per office. അപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, നെറ്റ്വർക്കിൻ്റെ കേസാണ്. അടുത്തായിട്ട് പറയുന്നത് എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസ് അവർ പറയുന്നത് എന്താണ്, എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്രാഞ്ചസ് പെർ ഓഫീസ് വെച്ച് വേരി ചെയ്യും. അപ്പോൾ ഓരോ എത്ര ബ്രാഞ്ച് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഓഫീസ് ഉണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് എക്യുപ്മെൻറ്റ് മാറും. ദിസ് വേരീസ് വിത്ത് ടൈം ആൻഡ് കറൻ്റ്ലി ഇറ്റ് ഈസ് 0.1 മില്യൺ പെർ ഓഫീസ്. ഇപ്പോൾ അത് ഒരു ഓഫീസിന് 0.1 മില്യൺ ആണ്. 0.1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 മില്യൺ 10 ലാക്ക് ആണ്. 0.1 മില്യൺ എന്ന് പറയുമ്പോൾ 1 ലാക്ക് റുപ്പീസ് ആണ്. അപ്പോൾ ഒരു ഓഫീസിന് 1 ലാക്ക് റുപ്പീസ് ആണ് അതിൻ്റെ കോസ്റ്റ്. അത് ഇന്നത്തെ കോസ്റ്റാണ്. എത്ര ഓഫീസ് ഉണ്ടോ അതേ ഇൻറ്റു 1 ലാക്ക് ആയിരിക്കും നമ്മുടെ എക്യുപ്മെൻറ്റ് കോസ്റ്റ്. അത് മാത്രമല്ല അവർ ഒരു കാര്യം കൂടെ പറയുന്നു, ദിസ് വേരീസ് വിത്ത് ടൈം. അത് ടൈം അനുസരിച്ച് മാറും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുമ്പോഴും അത് മാറുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ട്. എത്രയാണ് മാറ്റം എന്ന് അവർ പറഞ്ഞിട്ടില്ല. നോക്കാം. ഇനി ഇനിഷ്യലി മിൻറ്റ് ഹാസ് വോൺ എ ടെൻഡർ ഓഫ് 100 branches of bank and expecting it to grow at 30% for the next 5 years. അപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് ഈ ആദ്യത്തെ വർഷം 100 ബ്രാഞ്ചിനുള്ള ഓർഡറാണ് കിട്ടിയത്. 100 ബ്രാഞ്ചിൽ VPN ചെയ്യാനായിട്ടുള്ള ഓർഡറാണ് കിട്ടിയത്. അത് ഓരോ വർഷവും എത്ര വെച്ച് ഗ്രോ ചെയ്യും, 30% വെച്ച് ഗ്രോ ചെയ്യും. നമുക്ക് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഒന്ന് നോക്കാം. നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഇപ്പം 100 ആണ്. അത് 30% വെച്ച് ഇൻക്രീസ് ചെയ്യും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് എത്ര വരും, ഇവിടെ നോക്കിയാൽ അറിയാം.
130, 169, 219.7 ആൻഡ് 285.61. അപ്പോൾ ഇവിടെ ഒരു 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 ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് എടുക്കുമ്പോൾ അവിടെ ഫ്രാക്ഷൻ ഓഫ് ബ്രാഞ്ച് എടുക്കാൻ പറ്റില്ല. 219.7 ബ്രാഞ്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. 0.7 ബ്രാഞ്ച് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ 30% വെച്ച് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ 219 ബ്രാഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ 220 ബ്രാഞ്ച് ഉണ്ടാവും. നമുക്കൊരു പെസിമിസ്റ്റിക് വ്യൂ എടുക്കുന്നതാണ് നല്ലത്, കാരണം റവന്യൂ പ്രൊജക്റ്റീവ് അല്ലേ. അപ്പോൾ പിന്നെ കുറവ് ബ്രാഞ്ചായിട്ട് കൺസിഡർ ചെയ്യാൻ 219 ബ്രാഞ്ച് എന്ന് എടുക്കണം, ഇവിടെ 284 ബ്രാഞ്ച് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ ആണോ? കാരണം ഫ്രാക്ഷൻ ഓഫ് ബ്രാഞ്ച് എടുക്കാൻ പറ്റില്ല, കാരണം ഒരു 0.7 ബ്രാഞ്ച് നമുക്ക് വർക്ക് കിട്ടി എന്ന് അസ്യൂം ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ബ്രാഞ്ചായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അത് റൗണ്ട് ഡൗൺ ചെയ്തേക്കാണ്. എന്തിനാ? ഒരു പെസിമിസ്റ്റിക് വ്യൂ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഇനി Mindy is expecting to have a maintenance cost of 10% for equipment and 15% for network. അപ്പോൾ നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് 10%. എക്യുപ്മെൻറ്റ് കോസ്റ്റിൻ്റെ 10% മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്, നെറ്റ്വർക്കിന് 15% മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി പറയുന്നു, ടു ഹാൻഡിൽ ഓൾ ദീസ് കറണ്ട് മാൻ പവർ കോസ്റ്റ് ഈസ് 1 million. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മാൻ പവർ കോസ്റ്റ് 1 million ആണ്. അപ്പോൾ ഇപ്പോഴത്തെ മാൻ പവർ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ബ്രാഞ്ചിനുള്ള മാൻ പവർ കോസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത് 1 million. അപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ എണ്ണം കൂടുമ്പോൾ ഏതും മാറും. 130 ബ്രാഞ്ച് ആകുമ്പോൾ ഈ പറയുന്ന 1 million എന്നുള്ള മാൻ പവർ കോസ്റ്റ് മാറും. ഇനി പറയണു, മിൻ ഹാസ് എൻറ്റേഡ് ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് ലോക്കൽ അതോറിറ്റി ആൻഡ് ഹാസ് എഗ്രീഡ് ടു ഷെയർ 5% ഓഫ് ദ റവന്യൂ വിത്ത് ദ സെയിം. അപ്പോൾ നമുക്ക് എന്തോ ലോക്കൽ അതോറിറ്റിയുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അത് പ്രകാരം നമ്മളൊരു 15% ഓഫ് ദ റവന്യൂ അവർക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ നമ്മുടെ നോട്ട്സിൽ 5% എന്നാണ് കിടക്കണേ, ആക്ച്വലി അത് 15 ആണ്. ഒറിജിനൽ ആർട്ടിക്കിൾ 15% ആണ്. അപ്പോൾ 15% വെച്ച് ഷെയർ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റവന്യൂവിൻ്റെ 15% എന്തായിട്ട് പോവും? ഷെയറിംഗ് കോസ്റ്റ് ആയിട്ട് പോവും, നമ്മുടെ റവന്യൂ ഷെയറിംഗ് കോസ്റ്റ് ആയിട്ട് പോവും. ഓക്കെ. ഇനി പറയണു, മിൻഡി ഈസ് എക്സ്പെക്ടിങ് ടു ജനറേറ്റ് എ റവന്യൂ ഓഫ് 0.5 million പെർ ഓഫീസ് ആൻഡ് ടു റിമെയിൻ കോമ്പറ്റീറ്റീവ് ഇൻ ദ മാർക്കറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഇൻക്രീസ് വിത്ത് ഇൻഫ്ലേഷൻ. അപ്പോൾ നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് 0.5 million പെർ ഓഫീസാണ്. ഒരു ഓഫീസിന് 0.5 million ആണ് നമ്മുടെ റവന്യൂ. നമ്മുടെ ഓഫീസിൻ്റെ എണ്ണം നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്, 100, 130, 169 ഒക്കെയാണ് നമ്പർ ഓഫ് ഓഫീസ്. ഈ ഓരോ ഓഫീസിനും 0.5 million വെച്ച് റവന്യൂ ഉണ്ട്. 0.5 million എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപയാണ് റവന്യൂ. അപ്പോൾ ആ 5 ലക്ഷം രൂപ വീതം ഓരോ ഓഫീസിനും വേറെ റവന്യൂ കിട്ടുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റവന്യൂ കിട്ടും. ഇനി പറയുന്നു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വിൽ ഗ്രോ 10% എവരി ഇയർ. അടുത്ത പ്രശ്നം, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും അത് 10% വെച്ച് ഇൻക്രീസ് ചെയ്യും എന്നും പറയുന്നുണ്ട്. എല്ലാ വർഷവും 10% വെച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ എക്യുപ്മെൻറ്റ് കോസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ ആദ്യമേ അവർ പറയേണ്ടായിരുന്നു, എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 0.1 million പെർ ഓഫീസാണ്. ദിസ് വേരീസ് വിത്ത് ടൈം എന്ന് പറയുന്നുണ്ട്. കാലം അനുസരിച്ച് മാറും, ടൈം അനുസരിച്ച് മാറുമെന്നും പറയുന്നുണ്ട്. പക്ഷേ എത്ര മാറും എന്ന് പറഞ്ഞിരുന്നില്ല. അത് എത്ര മാറും എന്നാണ് ഇപ്പോൾ മനസ്സിലായത്. 10% വെച്ച് ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും എല്ലാം 10% വെച്ച് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ എക്യുപ്മെൻറ്റ് കോസ്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? 10% ഇൻക്രീസ് കൊടുക്കണം. ഓക്കെ ആണോ? അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? അവിടെ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്, പിന്നെ മാൻ പവർ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ് കോസ്റ്റസ് എല്ലാം, നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം എന്ത് ചെയ്യുകയും ചെയ്യും? 10% വെച്ച് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇനി ടാക്സ് സ്ലാബ് ഇൻ ദ കൺട്രി ഈസ് 30%, ഡിപ്രീസിയേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് നെറ്റ്വർക്ക് ഈസ് അസ്യൂം ടു ബി 10%, ഡിസ്കൗണ്ടിങ് റേറ്റ് 20%. അസ്യൂം ഓൾ ദ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിങ് ഇനിഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് ഫ്രം ഇയർ 1. യെസ്, അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എക്സ്പെൻസസ് എല്ലാം ഇൻകർ ചെയ്യുന്നത് എന്ന് മുതലാണ്? ഇയർ 1 മുതലാണെന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയർ 0 അല്ലെങ്കിൽ T0 എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. നമുക്കെല്ലാം ഫസ്റ്റ് ഇയർ മുതലാണ് എടുക്കേണ്ടത്. ബേസ്ഡ് ഓൺ എബോവ് ഇൻഫർമേഷൻ യു ആർ റിക്വയർഡ് ടു ആൻസർ ദ ഫോളോയിങ് 5 MCQ. അപ്പോൾ അവിടെ 5 MCQ ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത്. MCQ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, വോട്ട് ഈസ് ദ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഫോർ ഇയർ 1. ഒന്നാമത്തെ വർഷത്തെ ക്യാഷ് ഫ്ലോ എത്രയാണ്? രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് വോട്ട് ഈസ് ദ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഫോർ ഇയർ 5, അഞ്ചാമത്തെ വർഷത്തെ ക്യാഷ് ഫ്ലോ എത്രയാണ്? മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ടെർമിനൽ വാല്യൂ. ഈ ടെർമിനൽ വാല്യൂയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഗോൾഡൻ ഫോമുല വെച്ചിട്ട് നമുക്ക് ടെർമിനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. 4, വോട്ട് ഈസ് ദ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് മിൻ ടെക്നോളജി. NBV കാണാൻ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രസന്റ് വാല്യൂ എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് കാൽക്കുലേറ്റ് IRR കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? ഈ 5 വർഷത്തേക്കുമുള്ള NBV കാൽക്കുലേഷൻ മൊത്തം ചെയ്താലേ പറ്റുള്ളൂ. എന്നെങ്കിൽ മാത്രമേ ഈ 5 MCQ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇനി ടു ബി ഓണസ്റ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ പറയാം, നല്ല ടൈറ്റാണ്. അപ്പോൾ അത്യാവശ്യം സമയം എടുക്കും. നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ആദ്യമേ ചാടി കയറി ആവേശത്തിൽ കയറി എടുക്കരുത്. 15 മാർക്കിൻ്റെ MCQവിന് വേണ്ടി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്ത് വെക്കുന്നതെങ്കിൽ നമ്മുടെ ടൈം കയ്യിൽ നിൽക്കില്ല. അപ്പോൾ
അത് സൂക്ഷിച്ച് നോക്കിയും കണ്ടും സമയം അവൈലബിലിറ്റി ഒക്കെ നോക്കി മാത്രമേ ഇതൊക്കെ ചാടിക്കയറി എടുക്കാവൂ. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ ചെയ്യണമെങ്കിൽ ഈ 5 വർഷത്തെയും ചെയ്താലേ പറ്റും. ഇപ്പോൾ MCQ ആയതുകൊണ്ട് ഒരെണ്ണം ചെയ്താൽ ഒരെണ്ണത്തിൻ്റെ 3 മാർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാലും ആ ഒരെണ്ണം കിട്ടണമെങ്കിൽ മൊത്തം ആൻസറും കംപ്ലീറ്റ് ആയാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നെറ്റ്വർക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് നമുക്കറിയാം. നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം, ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെറ്റ്വർക്ക് കോസ്റ്റ് എടുത്തു. അടുത്ത എക്യുപ്മെൻറ്റ് കോസ്റ്റ് പറയുന്നുണ്ട്. എക്യുപ്മെൻറ്റ് കോസ്റ്റ് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? എക്യുപ്മെൻറ്റ് കോസ്റ്റ് പറഞ്ഞേക്കുന്നത് equipment investment varies with the number of branches per office. This varies with the time and is currently 0.1 million per office. ഇപ്പോൾ ഒരു ഓഫീസിന് 0.1 മില്യൺ ആണ്. അപ്പോൾ കോസ്റ്റ് പെർ ഓഫീസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 0.1 മില്യൺ ആണ്. 0.1 ഇൻറ്റു 10 ലക്ഷം, അതായത് 1 ലക്ഷം രൂപ. ഈ 1 ലക്ഷം രൂപ എത്ര വെച്ച് ഇൻക്രീസ് ആവും? 10% വെച്ച് ഇൻക്രീസ് ആവും. കാരണം 10% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഓപ്പറേറ്റിംഗ് കോസ്റ്റും 10% വെച്ച് ഇൻക്രീസ് ആവും എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് 10% ഇൻക്രീസ് കൊടുത്താണ് അടുത്ത 5 വർഷത്തെ എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് ബ്രാഞ്ചസ് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വെച്ചിട്ടായിരിക്കും? ടോട്ടൽ എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 100 ബ്രാഞ്ചസിന് 1 lakh rupees വെച്ചായിരിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ടോട്ടൽ ബ്രാഞ്ചാണ് 100 നിന്ന് 130 ആയിട്ട് മാറുന്നത്. നമ്മൾ എക്യുപ്മെൻറ്റ് 1 ടൈം വാങ്ങിച്ചാൽ പോരെ? ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ 130 ഓഫീസ് ഉണ്ടെങ്കിൽ അതിൽ 100 ഓഫീസ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്ന 30 ഓഫീസിന് മാത്രമല്ലേ നമ്മൾ സെക്കൻഡ് ഇയറിൽ എക്യുപ്മെൻറ്റ് വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഫസ്റ്റ് ഇയറിൽ ഓൾറെഡി എക്യുപ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ വീണ്ടും ആ 130 ഓഫീസിന് എക്യുപ്മെൻറ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പകരം 30 ഓഫീസിന് മാത്രം എക്യുപ്മെൻറ്റ് വാങ്ങിച്ചാൽ പോരെ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു കോളം കൂടെ കൊടുക്കാം. അഡീഷണൽ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടെ കൊടുക്കാം. എത്ര അഡീഷണൽ ബ്രാഞ്ച് വരുന്നുണ്ട്? 130ഉം 100ഉമായിട്ടുള്ള ഡിഫറൻസ് 30 ബ്രാഞ്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 39 ബ്രാഞ്ച് 50 65. അപ്പോൾ ഈ അഡീഷണൽ ബ്രാഞ്ചിന് മാത്രമല്ലേ നമ്മൾക്ക് എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം ഓൾറെഡി 100 ബ്രാഞ്ചിന് എക്യുപ്മെൻറ്റ് വാങ്ങിച്ചാൽ സെക്കൻഡ് ഇയറിൽ വീണ്ടും ആ 100 ബ്രാഞ്ചിന് എക്യുപ്മെൻറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ ഉള്ള 30 ബ്രാഞ്ചിന് മാത്രം എക്യുപ്മെൻറ്റ് വാങ്ങിച്ചാൽ പോരെ. സോ ഫസ്റ്റ് ഇയറിൽ 100 ബ്രാഞ്ചിന് 1 ലക്ഷം രൂപ വെച്ച് 1 crore റുപ്പിയുടെ എക്യുപ്മെൻറ്റ് വേണം. സെക്കൻഡ് ഇയറിൽ പക്ഷേ 30 ബ്രാഞ്ചസിന് മാത്രം 1,10,000 റുപ്പീസിൻ്റെ എക്യുപ്മെൻറ്റ് മതി. അപ്പോൾ 33 lakhൻ്റെ എക്യുപ്മെൻറ്റ് അവിടെ സെക്കൻഡ് ഇയറിലാവുള്ളൂ. അങ്ങനെ 5 വർഷത്തേക്കുള്ള എക്യുപ്മെൻറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മളുടെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ നെറ്റ്വർക്കിന് വേണ്ടി നമ്മൾ ചിലവാക്കിയ പൈസയും ഈ എക്യുപ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്ത പൈസയായിരിക്കും നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈ 16 crore പ്ലസ് 1 crore റുപ്പി 17 crore റുപ്പി. അതുപോലെ ഇവിടെ 143, 168, 119, 1 crore 99 lakh. ഇവിടെ 2 crore 41 lakhs 57,650. ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക ഓരോ വർഷത്തെ. ഓക്കെ ആണോ? ഇനി നമുക്ക് റവന്യൂവിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ റവന്യൂവിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഫർദർ വർക്കിംഗ് നോട്ട്സുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്ലോയ്ക്കകത്ത് നമുക്ക് ആദ്യം റവന്യൂ അവർ പറഞ്ഞേക്കുന്നത് 0.5 million പെർ ഓഫീസാണ്. ഒരു ഓഫീസിന് 0.5 million ആണ്. അപ്പോൾ 5 ലക്ഷം രൂപ പെർ ഓഫീസാണ് നമ്മളുടെ റവന്യൂ. 5 ലക്ഷം ഇൻറ്റു എത്ര ഓഫീസുണ്ട്? ആദ്യത്തെ വർഷം 100 ബ്രാഞ്ച് ഉണ്ട്, അടുത്ത വർഷം 130 ഉണ്ട്. അങ്ങനെ അടുത്ത 5 വർഷത്തേക്കുള്ള റവന്യൂ. ഓക്കെ ആണോ? അതായത് 100 ഇൻറ്റു നമ്മുടെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് 100, അടുത്തത് 130 ഇൻറ്റു 5 lakh, അടുത്ത 169 ഇൻറ്റു 5 lakh, അടുത്ത 219 ഇൻറ്റു 5 lakh. അങ്ങനെ ഓരോ വർഷത്തെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഈ റവന്യൂവിൽ നിന്ന് എക്സ്പെൻസസ് മൈനസ് ചെയ്യാം. എന്തൊക്കെ എക്സ്പെൻസസ് അവിടെ ഉള്ളത്? എക്സ്പെൻസസിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇവിടെ ഓരോ ഐറ്റമായിട്ട് നോക്കുക. Mindy is expecting to have a maintenance cost of 10% for the equipment and 15% for the network.
അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് പറഞ്ഞേക്കുന്നത് എക്യുപ്മെൻറ്റിന് 10%, നെറ്റ്വർക്കിന് 15%. അപ്പോൾ എക്യുപ്മെൻറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടോട്ടൽ എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 1 crore ആണ്, അടുത്ത 33 lakh ആണ്, ഇവിടെ 47,19 ആണ്. ഇത് ഓരോ വർഷവും വേണ്ട എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂ ആണ്. ആ എക്യുപ്മെൻറ്റിന് 10% എന്തെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂവിൻ്റെ 10% ആയിരിക്കത്തില്ലേ നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ്. പക്ഷേ അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഫസ്റ്റ് ഇയറിൽ 1 crore rupees ഉണ്ട്. സെക്കൻഡ്, അപ്പോൾ ആ ഫസ്റ്റ് ഇയറിലെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 crore-ൻ്റെ 10% ആയിരിക്കും. സെക്കൻഡ് ഇയറിൽ ഈ 33 lakh എക്യുപ്മെൻറ്റ് പുതുതായിട്ട് വാങ്ങുന്നുണ്ട്. പക്ഷേ അതിന് മാത്രം മെയിൻ്റനൻസ് കോസ്റ്റ് മതിയോ? പോരാ. ആ ഫസ്റ്റ് ഇയറിൽ വാങ്ങിച്ച 1 crore rupees-ക്കും അവിടെ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ ആവശ്യമില്ലേ? അപ്പോൾ അവിടെ എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 1 crore-ഉം സെക്കൻഡ് ഇയറിൽ അത് 33 lakh കൂടെ ചേരുമ്പോൾ 1 crore 33 lakh ആവുമല്ലേ? അതിൻ്റെ 10% അല്ലേ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്യുപ്മെൻറ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തും കൂടെ കൊടുക്കണം? ക്യുമുലേറ്റീവ് വാല്യൂ കൂടെ കൊടുക്കണം. എന്തിനാ ക്യുമുലേറ്റീവ് വാല്യൂ കൊടുക്കണേ? കാരണം എങ്കിൽ മാത്രമേ അതിൻ്റെ 10% എടുത്ത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മെയിൻ്റനൻസ് കോസ്റ്റ് 10% പറഞ്ഞേക്കുന്നത് നമ്മളുടെ ടോട്ടൽ എക്യുപ്മെൻറ്റ് വാല്യൂവിൻ്റെ പുറത്താണ്. അല്ലാതെ ഓരോ വർഷത്തെ എക്യുപ്മെൻറ്റ് വാല്യൂവിൻ്റെ 10% എടുത്താൽ മെയിൻ്റനൻസ് കോസ്റ്റ് ആവില്ല. കാരണം ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു 1 crore-ൻ്റെ എക്യുപ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ആ 1 crore-നും 10% മെയിൻ്റനൻസ് ആവശ്യമാണ്, പുതുതായിട്ട് വാങ്ങിച്ച 33 lakh-നും 10% മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 1 crore-ൻ്റെ 10% 10 lakh rupee, സെക്കൻഡ് ഇയറിൽ 1 crore 33-ൻ്റെ 10% 13,30,000 rupee, അടുത്ത 1 crore 80-യുടെ 10% 18,19,000 rupee. അങ്ങനെയായിരിക്കും നമുക്ക് വരിക. അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് ഓൺ എക്യുപ്മെൻറ്റ് 10% ആണ്. എക്യുപ്മെൻറ്റിൻ്റെ ക്യുമുലേറ്റീവ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 10% നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത മെയിൻ്റനൻസ് കോസ്റ്റ് ഓൺ നെറ്റ്വർക്കാണ്. നമുക്ക് നെറ്റ്വർക്കിൻ്റെ പുറത്ത് മെയിൻ്റനൻസ് കോസ്റ്റ് പറയുന്നുണ്ട്. അത് എത്ര പെർസെൻറ്റേജാണ് പറയണേ? മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ പുറത്ത് അവർ പറയുന്നത് 15% ഫോർ നെറ്റ്വർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നെറ്റ്വർക്ക് എത്ര? നെറ്റ്വർക്ക് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ 16 crore ആണ്, സെക്കൻഡ് ഇയറിൽ 1 crore 10 lakh ആണ്. പക്ഷേ അവിടെയും അതേ പ്രശ്നമുണ്ട്. എന്താണ്? ക്യുമുലേറ്റീവ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് ആ വാല്യൂ മെയിൻ്റനൻസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ആദ്യം 16 crore-ഉം പിന്നെ ഒരു 1 crore 10 lakh-ഉം വാങ്ങുമ്പോൾ ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ വാല്യൂ എത്ര ആയി? 17 crore 10 ആയി. അപ്പോൾ ആ 17 crore 10-ന് വേണം നമ്മൾ മെയിൻ്റനൻസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം നെറ്റ്വർക്കിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 16 crore-ൻ്റെ 15% ആണ്. 2 crore 40 lakh, 2 crore 56 lakh 50, 2 crore 74 lakh 65. അങ്ങനെ ഓരോ വർഷത്തെ മെയിൻ്റനൻസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നെറ്റ്വർക്കിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് 2 crore 40, 256 50, 274 65, 294 61 ആൻഡ് 3 crore 16 lakh 57,650. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും മെയിൻ്റനൻസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്തിനാണ് അത് ക്യുമുലേറ്റ് ചെയ്തത്? കാരണം മെയിൻ്റനൻസ് കോസ്റ്റ് മൊത്തം എക്യുപ്മെൻറ്റ് വാല്യൂവിൻ്റെ പുറത്താണ് കാണേണ്ടത്. അപ്പോൾ മൊത്തം എക്യുപ്മെൻറ്റ് വാല്യൂ കാണണമെങ്കിൽ ക്യുമുലേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത പറയുന്നു, ടു ഹാൻഡിൽ ഓൾ ദീസ് കറണ്ട് മാൻ പവർ കോസ്റ്റ് ഈസ് 1 million. 10 ലക്ഷം രൂപയാണ് നമ്മുടെ മാൻ പവർ കോസ്റ്റ്. അപ്പോൾ താഴോട്ട് മാറ്റി ഒരു വർക്കിംഗ് നോട്ട് കൊടുക്കുക. മാൻ പവർ കോസ്റ്റ് ഇപ്പോൾ 10 lakh rupees ആണ്. എത്ര ബ്രാഞ്ചസ് ഉണ്ട്? നമ്മുടെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് 100 ബ്രാഞ്ചാണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പെർ ബ്രാഞ്ച് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 10 lakh ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 10,000 രൂപയാണ് നമ്മുടെ ബ്രാഞ്ചിൻ്റെ ഒരു ബ്രാഞ്ചിനുള്ള മാൻ പവർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ മാൻ പവർ കോസ്റ്റാണ് 1 million പറഞ്ഞേക്കുന്നത്. പക്ഷേ അടുത്ത വർഷം ബ്രാഞ്ചിൻ്റെ എണ്ണം 100-ൽ നിന്ന് 130 ആയിട്ട് മാറുകയല്ലേ? നമ്മുടെ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ആദ്യം വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം 100 ആണ്, പിന്നെ അത് 130 ആണ്, പിന്നെ അത് 10% വെച്ച് ഇൻക്രീസ് ആയി പോകുന്നുണ്ട്. 130, 169, 219 എന്ന് വെച്ച് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ എണ്ണത്തെ നമ്മുടെ കോസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ ശരിയാവും. മാത്രമല്ല ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 10% ഇൻക്രീസ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്രാവശ്യം 10,000 രൂപയാണ് നമ്മുടെ മാൻ പവർ കോസ്റ്റ് എങ്കിൽ അടുത്ത വർഷം അതിനൊരു 10% ഇൻക്രീസ് ഉണ്ടാവേണ്ടേ അല്ലേ? കാരണം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എല്ലാം 10% വെച്ച് ഇൻക്രീസ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം 10,000 ആണെങ്കിൽ അത് 11,000 ആവും. മാത്രമല്ല നമ്പർ ഓഫ് ബ്രാഞ്ച് 100-ൽ നിന്ന് 130 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആകും? 11,000 rupee വെച്ച് 130 ബ്രാഞ്ചിനുള്ള കോസ്റ്റ് കാണേണ്ടി വരും. ഓക്കെ ആണോ?
അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മാൻ പവർ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ എങ്ങനെ എടുത്തേ, നമുക്ക് ഇപ്പോഴുള്ള മാൻ പവർ കോസ്റ്റ് 1 million ആണ്, അതായത് 10 lakh rupees ആണ്. അത് 100 ഓഫീസിനാണ്. അപ്പോൾ ഒരു ഓഫീസിന് 10,000 രൂപ. ഈ 10,000 രൂപ 10% ഇൻക്രീസ് ആവും. ബ്രാഞ്ചിൻ്റെ എണ്ണ 100 നിന്ന് 130 ആയിട്ട് മാറും. അപ്പോൾ ആ പുതിയ നമ്പർ ഓഫ് ബ്രാഞ്ച് ഇൻറ്റു പുതിയ കോസ്റ്റ് ആയിരിക്കും ടോട്ടൽ മാൻ പവർ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ മാൻ പവർ കോസ്റ്റ് എത്രയാണ് വരിക? 10 lakh, 14 lakh 30, 20 lakh 44, 29 lakh 14,000 ആൻഡ് 41 lakh 58,000. അപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം, മാൻ പവർ കോസ്റ്റ്. നമ്മളതിന് വർക്കിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ വർക്കിംഗ് നോട്ട് വെച്ചിട്ടാണ് മാൻ പവർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഐറ്റം എന്താ പറഞ്ഞേക്കണേ? മാൻ പവർ എടുത്തു. ഇനി പറയണു, മിൻ ഹാസ് എൻറ്റേർഡ് ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് വിത്ത് ലോക്കൽ അതോറിറ്റി ആൻഡ് ഹാസ് എഗ്രീഡ് ടു ഷെയർ 15% ഓഫ് ദ റവന്യൂ വിത്ത് ദ സെയിം. അപ്പോൾ റവന്യൂ ഷെയർ വിത്ത് ലോക്കൽ അതോറിറ്റി, നമ്മളൊരു ലോക്കൽ അതോറിറ്റീസിന് 15% റവന്യൂ ഷെയർ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ റവന്യൂ ആദ്യമേ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 15% നേരിട്ട് അങ്ങ് എടുത്താൽ മാത്രം മതിയാവും, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഇനി പറയണു, expected to generate a revenue of 0.5 million. പിന്നെ capital expenditure operating expenses will grow 10% every year. ഇനിയുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ടാക്സ് ലാബ് 30% ആണ്. ഡിപ്രീസിയേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് നെറ്റ്വർക്ക് ഈസ് അസ്യൂം ടു ബി 10%. അപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റിൻ്റെയും നെറ്റ്വർക്കിൻ്റെയും ഡിപ്രീസിയേഷൻ 10% ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 10% ഫ്ലാറ്റ്, അത് WDV ഡിപ്രീസിയേഷൻ ആണെന്നും പറഞ്ഞിട്ടില്ല, 10% ഡിപ്രീസിയേഷനേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂവിൻ്റെ 10% ഡിപ്രീസിയേഷൻ കൊടുക്കണം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഡിപ്രീസിയേഷന് വർക്കിനോട്ട് കൊടുക്കണം. ഡിപ്രീസിയേഷൻ എന്താ ഡിപ്രീസിയേഷൻ്റെ പ്രശ്നം? നമ്മുടെ എക്യുപ്മെൻറ്റ് കോസ്റ്റ് എത്ര ഉണ്ടെന്ന് നോക്കുക. എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 1 crore ആണ്. സെക്കൻഡ് ഇയറിലോ? സെക്കൻഡ് ഇയറിൽ അത് 1,33 ആണ്. തേർഡ് ഇയറിൽ അത് 1,80 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ വാല്യൂവിൻ്റെ 10% ആയിരിക്കത്തില്ലേ? കാരണം ഫസ്റ്റ് ഇയറിൽ 1 crore 10%, അടുത്ത 5 വർഷത്തേക്ക് ഡിപ്രീസിയേഷൻ വരും. സെക്കൻഡ് ഇയറിൽ നമ്മളൊരു 33 lakhൻ്റെ അസറ്റ് കൂടെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ 33 lakhനും അടുത്ത 10% ഡിപ്രീസിയേഷൻ കൊടുക്കണ്ടേ? അപ്പോൾ 1 crore 10% ഡിപ്രീസിയേഷൻ വരും, അടുത്ത 33 lakhൻ്റെ 10% ഡിപ്രീസിയേഷൻ വരും. തേർഡ് ഇയറിൽ അത് 1,80 ആവും. അപ്പോൾ 1,80ക്ക് 10% കൊടുക്കണ്ടേ? കാരണം ഫസ്റ്റ് ഇയറിൽ 1 crore കൊടുക്കണം, സെക്കൻഡ് ഇയറിൽ വാങ്ങിച്ച 33ക്ക് കൊടുക്കണം, തേർഡ് ഇയറിൽ വാങ്ങിച്ച 47 lakhന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ക്യുമുലേറ്റീവ് വാല്യൂവിൻ്റെ 10% ആയിരിക്കത്തില്ലേ നമ്മുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുക? കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 10 lakh rupees വരും. അപ്പോൾ നമ്മുടെ ക്യുമുലേറ്റീവ് വാല്യൂ, എക്യുപ്മെൻറ്റിൻ്റെ ക്യുമുലേറ്റീവ് വാല്യൂ എത്രയാണെന്ന് നോക്കുക. എക്യുപ്മെൻറ്റിൻ്റെ ക്യുമുലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 1 crore, ദെൻ 1,33, 1,80 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ 10% ആയിരിക്കും ഡിപ്രീസിയേഷൻ. കറക്റ്റ് അല്ലേ? ഡിപ്രീസിയേഷൻ 10% എന്ന് പറയുമ്പോൾ ആ ക്യുമുലേറ്റീവ് വാല്യൂവിൻ്റെ 10% ഡിപ്രീസിയേഷൻ. SLN ഡിപ്രീസിയേഷൻ ആണ്, എല്ലാ വർഷവും ഒരേ ഡിപ്രീസിയേഷൻ ആണ്, അതിൽ മാറ്റമില്ല. പക്ഷേ എമൗണ്ട് വരുന്നത് ക്യുമുലേറ്റീവിൻ്റെ 10% ആയിരിക്കും. എന്തുകൊണ്ടാണ് ക്യുമുലേറ്റീവ്? കാരണം 1 crore 10%, അതായത് ഈ 10 lakh rupee എല്ലാ വർഷവും ഉണ്ട്. സെക്കൻഡ് ഇയറിൽ വാങ്ങിച്ച 33 lakhൻ്റെ 10%, 3,30,000 സെക്കൻഡ് ഇയർ മുതൽ അങ്ങോട്ട് എല്ലാ വർഷവും ഉണ്ട്. തേർഡ് ഇയറിൽ ഈ 10 lakh ഉണ്ട്, 3,30,000 ഉണ്ട്, പ്ലസ് ആ വർഷം വാങ്ങിച്ച 40 lakhന് വീണ്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്യുമുലേറ്റീവ് വാല്യൂവിൻ്റെ 10% നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ ആണോ? അതുപോലെ നെറ്റ്വർക്കിൻ്റെ വാല്യൂ നോക്കുക. നെറ്റ്വർക്കിൻ്റെ കേസിൽ നമ്മൾ എത്ര രൂപയുടെ നെറ്റ്വർക്ക് എടുക്കുന്നുണ്ട്? നെറ്റ്വർക്കിൻ്റെ കോസ്റ്റ് ആദ്യമേ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്യുമുലേറ്റീവ് വാല്യൂ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും അതേപോലെ ആ ക്യുമുലേറ്റീവ് വാല്യൂവിൻ്റെ 10% എടുക്കണ്ടേ? ഡിപ്രീസിയേഷൻ അറ്റ് 10% എന്ന് പറയുന്നത് ഈ ക്യുമുലേറ്റീവിൻ്റെ 10% ആയിരിക്കും നമ്മുടെ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഈ രണ്ട് ഡിപ്രീസിയേഷനും കൂടെ ചേരുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ. അതായത് ആദ്യം എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രീസിയേഷനും രണ്ടാമത് നെറ്റ്വർക്കിൻ്റെ ഡിപ്രീസിയേഷനും കൂടെ ചേർത്തിട്ട് വരുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. ടോട്ടൽ ഡിപ്രീസിയേഷൻ ആദ്യത്തെ വർഷം 1,70,000, അടുത്ത 1,84,30, അടുത്ത 2,01,11,000, 221 ആൻഡ് 245. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട്. അപ്പോൾ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ ആ വർക്കിംഗ് നോട്ട് അനുസരിച്ച് ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് കോപ്പി ചെയ്യാം. അപ്പോൾ 5 വർഷത്തെ ഡിപ്രീസിയേഷനായി. ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PBT കിട്ടും. നമ്മുടെ റവന്യൂവിൽ നിന്ന് ഈ പറയുന്ന എക്സ്പെൻസസ് എല്ലാം കൂടെ മൈനസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ലോസ് ആണ് വരുന്നത്, -5 ലക്ഷം, 84 lakh 10, 2 crore 4 lakh, 361, 569.
ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യുക, ടാക്സ് 30% മൈനസ് ചെയ്യാം. ടാക്സ് റേറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് 30%. യെസ്, 30% ടാക്സ് ആണ്. അപ്പോൾ അത് 30% ലോസ് ആണ്. അപ്പോൾ അതിന് മൈനസ് ടാക്സ് കൊടുക്കാം. ടാക്സ് അഡ്വാൻറ്റേജ് ആണെന്നുള്ള സെൻസിലാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എടുക്കാം. ഇനി അതിൽ ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രിസിയേഷൻ കിട്ടും. അപ്പോൾ ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോ കിട്ടി. 1,66,50,000 rupees ആണ് ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ എന്ന് പറയാം. ഇനി ഇതിനകത്തുനിന്ന് നമ്മുടെ ഔട്ട്ഫ്ലോ നമുക്ക് മൈനസ് ചെയ്യാം. എത്രയാണ് നമ്മുടെ ഔട്ട്ഫ്ലോ? ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 17 കോടി രൂപയാണ്. ഫസ്റ്റ് ഇയറിലെ ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ നേരത്തെ വർക്കിനോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്കിനായിട്ടൊരു കോസ്റ്റും വരുന്നുണ്ട്, എക്യുപ്മെൻറ്റിനായിട്ടൊരു കോസ്റ്റും വരുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്തിട്ടാണ് ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുന്നതായിരിക്കത്തില്ലേ നമ്മുടെ നെറ്റ് ഇൻഫ്ലോ എന്ന് പറയാം. അപ്പം നെറ്റ് എന്ന് പറയുന്നത് 1,66,00,000 17 lakh പോയിട്ട് -15,33,50,000 rupees ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 1 ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഫോർ ഇയർ 1 എത്രയാണ്? -15,33,50,000. അങ്ങനെ 5 വർഷത്തെ എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായി ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത് അവർ ചോദിച്ചിരിക്കുന്ന എമൗണ്ട് വാട്ട് ഈസ് എ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഫോർ ഇയർ 5 ആണ്. അഞ്ചാമത്തെ വർഷത്തെ ഇൻഫ്ലോ എത്രയാണ്? 4,02,25,268 ആണ്. ഇവിടെ ഓപ്ഷൻ സി കിടപ്പുണ്ട്, 4,02,25,268. അപ്പോൾ അതാണ് നമ്മളുടെ അഞ്ചാമത്തെ വർഷത്തെ ഇൻഫ്ലോ എന്ന് പറയുക. അപ്പം കഴിഞ്ഞില്ല, ഇനി നമുക്ക് എന്തുകൂടെ കാണണം? ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കണം, 20% പ്രസൻറ്റ് വാല്യൂ എടുക്കണം. അതുപോലെ ഇതിനൊരു ടെർമിനൽ വാല്യൂ ഉണ്ട്, ആ ടെർമിനൽ വാല്യൂവിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കണം. ഇത് രണ്ടും കൂടെ ചേരുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ നമുക്കിതിനെ 20% ഡിസ്കൗണ്ട് ചെയ്യണം, കാരണം നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒരു ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത് 20% ആണ്. ഇവിടെ നോക്കി അറിയാം, ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ നമുക്കിതിനെ 20% ഡിസ്കൗണ്ട് ചെയ്യണം. 1 ഡിവൈഡഡ് ബൈ 1.20 ⁻²1. ഇനി എന്ത് ചെയ്യുക? പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഈ ഓരോ വാല്യൂവിനെ അതിൻ്റെ ഡിസ്കൗണ്ട് ചെയ്യുക, then അതിൻ്റെ സം എടുക്കുക. ഇനി ഇവിടം കൊണ്ട് തീർന്നില്ല. എന്താ കാര്യം? നമുക്കിതിനൊരു ടെർമിനൽ വാല്യൂ ഉണ്ട്. എന്താ ടെർമിനൽ വാല്യൂ? അതായത് നമ്മളുടെ അഞ്ചാമത്തെ വർഷത്തെ ക്യാഷ് ഫ്ലോ അഞ്ചാമത്തെ വർഷം കൊണ്ട് അവസാനിക്കുന്നില്ല, അത് അടുത്ത ഇൻഫിനിറ്റ് പീരീഡിലേക്ക് 3% വെച്ച് ഗ്രോ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് ഗോൾഡൻ മോഡൽ അപ്ലൈ ചെയ്യണം. എന്താ ഗോൾഡൻ മോഡൽ? D1/KE-G ആണ് നമ്മുടെ ഗോൾഡൻ മോഡൽ എന്ന് പറയുക. അതായത് ഒരു ഡിവിഡൻഡ് അഞ്ചാമത്തെ വർഷം മുതൽ ഇൻഫിനിറ്റ് പീരീഡിലേക്ക് ഒരേ റേറ്റിൽ ഗ്രോ ചെയ്താൽ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് എടുക്കുക? അതാണ് D1/KE-G. അപ്പോൾ ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ടെർമിനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താ ടെർമിനൽ വാല്യൂ? ഡിവിഡൻഡ് അല്ല, അഞ്ചാമത്തെ വർഷത്തെ ഇൻഫ്ലോ ആണ്. അത് എത്രയാണ്? 4,02,00,000 എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ വർഷത്തെ നെറ്റ് ഇൻഫ്ലോ. ആ നെറ്റ് ഇൻഫ്ലോ 3% വെച്ച് ഇൻഫിനിറ്റ് പീരീഡിലേക്ക് ഗ്രോ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെർമിനൽ വാല്യൂ എന്ന് പറയുന്നത് 4,02,25,268 ഇൻറ്റു 1.03. എന്താ 1.03? 3% ഗ്രോത്ത് ആണ്. D1 കാണണം. എന്ത് ചെയ്യണം? ഗ്രോത്ത് അപ്ലൈ ചെയ്യണം. ഗ്രോത്ത് എത്ര? 3%. അപ്പോൾ D1 എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ 3% ഗ്രോത്തും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഡിവൈഡഡ് ബൈ KE-G. KE 20% ആണ്, G 3% ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 20 - 3%. ഓക്കെ ആണോ? അപ്പോൾ ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം, കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ അപ്ലൈ ചെയ്യുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത്. നമ്മളിത് ഡിവിഡൻഡ് ഡിസിഷനകത്ത് കണ്ടിട്ടുണ്ട്, നമ്മുടെ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഡിവിഡൻഡ് ഇനി വർഷം മുതൽ ഇൻഫിനിറ്റ് പീരീഡിലേക്ക് ഇത്ര ശതമാനം വെച്ച് ഗ്രോ ചെയ്താൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കാണാം? D1/KE-G ആണ് അപ്ലൈ ചെയ്യുക. അതേ ഫോമുല നമുക്ക് ഇവിടെയും കൊടുക്കാം. സോ ഈ അഞ്ചാമത്തെ വർഷത്തെ 4,02,00,000 ഇൻഫിനിറ്റ് പീരീഡിലേക്ക് 3% വെച്ച് ഗ്രോ ചെയ്താൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിവൈഡഡ് ബൈ 17% എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ വരുന്നത് 24,37,17,801 ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു മൂന്നാമതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ടെർമിനൽ വാല്യൂ?
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയി, ഫിഫ്ത്ത് ഇയറിലെ ആയിരുന്നു ചോദിച്ചിരുന്നത്. അതുപോലെ ചോദിച്ചതാണ് വാട്ട് ഈസ് ദ ടെർമിനൽ വാല്യൂ. അത് എത്രയാണ്? 24,37,17,801. ഇതാണ് നമ്മളുടെ ടെർമിനൽ വാല്യൂ എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി ചോദിച്ചേക്കുന്നത് എൻ പി വി എത്രയാണെന്നാണ്. എന്താണ് എൻ പി വി? നമ്മുടെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോയിൽ നിന്ന് ടെർമിനൽ വാല്യൂ കൂടെ ചേരുന്നതാണ് നമ്മുടെ എൻ പി വി. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ നെഗറ്റീവാണ്, -8 കോടിയാണ്. ഇനി ഇപ്പോൾ ടെർമിനൽ വാല്യൂ എത്ര വരുന്നുണ്ട്? ഒരു 24 കോടി വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മളുടെ എൻ പി വി എന്ന് പറയും. പ്ലസ് 24,37,17,801. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ എൻ പി വി. നമുക്ക് വരുന്ന എൻ പി വി 16,24,00,000 എന്നാണ്. അപ്പോൾ നമ്മുടെ ടെർമിനൽ വാല്യൂ 24,37,17,801. നമ്മുടെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് സോറി, ഇതിനകത്ത് ഒരു കേസും കൂടെ ഉണ്ട്. നമ്മൾ എൻ പി വി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതല്ല. നമുക്ക് ഇനി നെറ്റ് പ്രസന്റ് വാല്യൂ കാണണം. നെറ്റ് പ്രസന്റ് വാല്യൂ കാണണമെങ്കിൽ നമുക്ക് 5 വർഷത്തേക്കാണ് എടുക്കേണ്ടത്. 4, 5. ഓരോ വർഷത്തെയും ഇൻഫ്ലോ എടുക്കുക. ഫസ്റ്റ് ഇയറിൽ നെഗറ്റീവാണ്, സെക്കൻഡ് ഇയറിൽ ആക്ച്വലി ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് അല്ലേ. നമ്മൾ ഇനിയിപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. നമ്മളിവിടെ അടുത്ത 5 വർഷത്തെ ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്, -8,12,00,000. ഇനി നമുക്ക് ടെർമിനൽ വാല്യൂ അറിയാം, അത് 24,37,00,000 ആണ്. പക്ഷേ അത് എന്നാണ് കിട്ടുക? ടെർമിനൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ഇയർ 5 ആണ്, 5ാമത്തെ വർഷത്തിലാണ്. കാരണം നമ്മൾ ഡിവിഡൻഡ് ഡിസിഷനകത്ത് കോൺസെപ്റ്റ് തന്നെ ഓർക്കുക. 5ാമത്തെ വർഷം മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ എടുക്കുമ്പോൾ 6th ഇയർ ടു ഇൻഫിനിറ്റിയുടെ വാല്യൂ ആണ് നമ്മൾ എടുക്കുക. അത് 6th ഇയർ ബിഗിനിങ് ആണ്. അതിന് നമ്മൾ 5th ഇയറിൻ്റെ പ്രസന്റ് വാല്യൂ ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് പ്രസന്റ് വാല്യൂ കൊണ്ടുവരിക. കറക്റ്റ് അല്ലേ? അപ്പോൾ 5ാമത്തെ വർഷത്തെ 4 കോടിയാണ് ഇനി അങ്ങോട്ട് 3% വെച്ച് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ടെർമിനൽ വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? 5ാമത്തെ വർഷത്തിലാണ് കിടക്കുന്നത്. ആ 5ാമത്തെ വർഷത്തിൻ്റെതിൻ്റെ പ്രസന്റ് വാല്യൂ. അപ്പോൾ പി വി ഓഫ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്കിപ്പോൾ കിട്ടിയ 24,37,17,801 ഇൻറ്റു 5th ഇയർ ഡിസ്കൗണ്ട് ഫാക്ടർ 0.4019. അപ്പം 9,79,00,000 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ എൻ പി വി. അപ്പോൾ എൻ പി വി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇൻറ്ററിമിൻ്റെ പ്രസൻറ്റ് വാല്യൂ -8ഉം പ്ലസ് 9,79,50,184 കൂടെ ചേരുന്നതായിരിക്കും. 1,66,78,327. അപ്പോൾ അവിടെ പ്രസൻറ്റ് വാല്യൂ എടുത്തതിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. 9,79,00,000 ആണ്. കറക്റ്റാണ്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ 4 ഡെസിമൽ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അവരുടേത് 3 ഡെസിമലേ ഉള്ളൂ ആൻസർ. അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ വേരിയേഷൻ വരുന്നത്. അവിടെ വരുന്ന അവരുടെ ആൻസർ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ 1,67,06,548 ആണ്. അപ്പോൾ ഇതിന് നിയറസ്റ്റ് ഉള്ള ആൻസർ സെലക്ട് ചെയ്യാം. നമുക്ക് കിട്ടിയത് 1,66,78,327 ആണ്. ഇവർക്ക് കിട്ടിയത് 1,67,00,000 എന്നാണ്. ഒരു ചെറിയ വേരിയേഷൻ അവിടെ വരുന്നുണ്ട്. 1,67,06,548 എന്നാണ് അവർക്ക് കിട്ടിയത്. നമുക്ക് കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ ഒരു 28,000 രൂപയുടെ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അത് ഇഗ്നോർ ചെയ്തിട്ട് ഇതിന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ 1,67,00,000 നമുക്ക് ചൂസ് ചെയ്യാം. കാരണം നമ്മൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ എടുക്കുമ്പോൾ ഈ MCQ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, നമ്മൾ എടുക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ 3 4 ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഫൈനൽ ആൻസറിൽ മാറ്റം വരും. അപ്പോൾ പിന്നെ നമ്മുടെ മെറ്റീരിയലിനകത്ത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനകത്ത് ഡിസ്കൗണ്ട് ഫാക്ടർ തരണം, അപ്പം നമുക്ക് എക്സാക്ട് ആൻസർ കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് നിയറസ്റ്റ് വാല്യൂയിലോട്ട് ആൻസർ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ആൻസറിൽ വേറെ തെറ്റൊന്നുമില്ല, അവരെടുത്തേക്കുന്ന 3 ഡെസിമൽ പോയിന്റ് ഉള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള ആൻസർ വരും, ചെറിയ വേരിയേഷൻ വരുന്നതാണ്. അപ്പോൾ അത് ഇഗ്നോർ ചെയ്തിട്ട് അത് ചൂസ് ചെയ്യാം. ഇനി ലാസ്റ്റ് അവർ ചോദിച്ചേക്കുന്ന ചോദ്യം IRR കാണാനാണ്. അതിപ്പോൾ പിന്നെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി, നമുക്കിപ്പോൾ അറിയാം 20% തന്നെ പ്രസൻറ്റ് വാല്യൂ എടുത്തപ്പോൾ NBV 1,66 ഉണ്ട്. അപ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി 20യുടെ മേളിലായിരിക്കും IRR. അപ്പോൾ ഒന്നുകിൽ 22ഓ 24ഓ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, 25%-നും കൂടെ ഒരു പ്രസൻറ്റ് വാല്യൂ എടുക്കാം. എടുത്തിട്ട് 20യും 25ഉം ഇൻ്റർപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IRR കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 20യും 25ഉം കൂടെ ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വരുന്ന IRR ഏകദേശം 24% എന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ 24.68 എന്നുള്ളൊരു ആൻസർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 24.68 നമ്മുടെ IRR ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ക്വസ്റ്റൻ ആണ്. എക്സാമിന് ചോദിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ല, കാരണം ഇത് കുറച്ച് ഓവറാണ്. ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ചോദിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് ഇതെടുത്ത് എക്സാമിന് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ബട്ട് ഒരു എക്സലൻറ്റ് ക്വസ്റ്റൻ ആണ്, നോക്കി വെച്ചേക്കുക. പിന്നെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഗെയിൻ ടൈം കിട്ടുന്നത് പോലെ തന്നെ ചെയ്യുക, അല്ലാതെ വെറുതെ ചാടിക്കയറി അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, കാരണം ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. MCQനകത്ത് അടുത്ത ചോദിച്ചേക്കുന്നത് റേഷ്യോ അല്ലെങ്കിൽ ലെവറേജ് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. എ മാനുഫാക്ചറിങ് കമ്പനി വിച്ച് ഈസ് പ്രസൻ്റ്ലി ഗ്രോയിങ് അറ്റ് എ ഗുഡ് റേറ്റ് ഹാസ് എ ഫിനാൻഷ്യൽ ലെവറേജ് ഓഫ് 3. ഇസ് പ്രസൻറ്റ് ബോറോയിങ്സ് ആർ ആസ് ഫോളോസ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വിൽ ബി എത്ര ആണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് EBIT ബൈ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എടുക്കുക. ഇൻട്രസ്റ്റ് എവിടെ നിന്ന് കിട്ടും? ഇൻട്രസ്റ്റ് നമുക്ക് ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 60 ലാഖിൻ്റെ ടേം ലോൺ ഉണ്ട്, 40 ലാഖിൻ്റെ ബോറോയിങ് ഉണ്ട്, 20 ലാഖിൻ്റെ പബ്ലിക് ഡിപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഡിവൈഡഡ് ബൈ EBIT ബൈ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ EBIT എവിടെ നിന്ന് കിട്ടും? EBIT തന്നിട്ടില്ല, പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫിനാൻഷ്യൽ ലെവറേജ് തന്നിട്ടുണ്ട്. എന്താ ഫിനാൻഷ്യൽ ലെവറേജ്? EBIT ബൈ EBT ആണ് ഫിനാൻഷ്യൽ ലെവറേജ്. അപ്പോൾ EBIT ബൈ EBT ചെയ്യണമെങ്കിൽ EBIT അറിയണം, അല്ലെങ്കിൽ EBT അറിയണം. ഇത് രണ്ടും നമുക്കറിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് EBIT കണ്ടുപിടിക്കുക? ഇത് നമ്മൾ ക്ലാസ്സിൽ കുറേ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഫിനാൻഷ്യൽ ലെവറേജിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം EBT എന്ന് പറയുന്നത് എന്താണ്? EBIT മൈനസ് ഇൻട്രസ്റ്റ് അല്ലേ EBT എന്ന് പറയുക. അപ്പോൾ ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. ആ EBT എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? EBIT മൈനസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിനകത്തോട്ട് ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് EBIT കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ഇൻട്രസ്റ്റ് വരിക? 60 ലാഖിൻ്റെ 12%. ഇവിടെ വർക്കിംഗ് നോട്ട്സ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 60 ലാഖിൻ്റെ 12% 7,20,000. അടുത്ത 40 ലാഖിൻ്റെ 10% 4 lakh റുപ്പി. അടുത്തത് 20 ലാഖിൻ്റെ 8% 1,60,000. എല്ലാം കൂടെ ചേർത്ത് 12,80,000 റുപ്പീസാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. അത് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതാ? EBIT ഡിവൈഡഡ് ബൈ EBT എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത് 12,80,000 ഈക്വൽ 3 എന്ന് കിട്ടും. കാരണം ഫിനാൻഷ്യൽ ലെവറേജ് 3 ആണ്. അപ്പോൾ അതിനെ 3ലോട്ട് ഇക്വേറ്റ് ചെയ്താൽ EBITയുടെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാം. നമുക്ക് അവിടെ കിട്ടുന്ന EBITയുടെ വാല്യൂ എന്ന് പറയുന്നത് 19,20,000 റുപ്പീസാണ്. ഓക്കെ ആണോ? ഇനി ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കാം. 19,20,000 ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് 12,80,000 റുപ്പി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5 എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ 1.5 അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ചൂസ് ചെയ്യാം. അടുത്ത മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് കൺസിഡർ ദ 2 below mentioned statements. A debt equity ratio of 2:1 indicate that for every 1 unit of equity company can raise 2 units of debt. അത് കറക്റ്റ് അല്ലേ? കാരണം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 എന്ന് പറഞ്ഞാൽ എന്താ? ഡെറ്റ് 2 times ആണെങ്കിൽ ഇക്വിറ്റി 1 time ആണ്. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്, ഫോർ എവറി 1 unit of equity കമ്പനി ക്യാൻ റേസ് 2 units of debt. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2, ദ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടിങ് എ ഡെറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടിങ് ആൻ ഇക്വിറ്റി. അപ്പോൾ ഡെറ്റ് ഫ്ലോട്ട് ചെയ്യാനായിട്ടുള്ള, ഡെറ്റ് റേസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഇക്വിറ്റിയുടെ കോസ്റ്റിനേക്കാൾ കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. അത് ഫോൾസ് അല്ലേ? എപ്പോഴും ഇക്വിറ്റിയുടെ കോസ്റ്റ് ആയിരിക്കത്തില്ലേ ഡെഫിനറ്റ്ലി കൂടുതലായിട്ട് വരിക. അപ്പോൾ ഡെറ്റ് റേസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി റേസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണെന്നാണ് പറഞ്ഞത്. ബേസിക്കലി കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നാണ് പറഞ്ഞത്. ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എപ്പോഴും കോസ്റ്റ് ഓഫ് ഡെറ്റ് ചീപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1 ട്രൂ 2 ഫോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും അവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് അവിടുത്തെ MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്കടുത്ത ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ് എന്നുള്ളൊരു ചോദ്യമാണ്. Jamunapati Limited has furnished the following ratios and information relating to year ended 31st March 24. Sales are 70 lakh, return on net worth 25%, rate of tax 30%,
Share capital reserves and surplus 7:3, current ratio 2, net profit to sales 7%, inventory turnover ratio 10, cost of goods sold 24 lakh, interest on 15% debenture 1,05,000, receivables, payables വന്നിട്ടുണ്ട്. ചോദ്യം, you are required to calculate the operating expenses for the year ended 31st March 2024. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കാണാനാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കണ്ടുപിടിക്കാം? നമുക്ക് എന്തൊക്കെ അറിയാം? സെയിൽസ് അറിയാം, നെറ്റ് പ്രോഫിറ്റ് അറിയാം. സെയിൽസ് 70 lakh ആണ്, നെറ്റ് പ്രോഫിറ്റ് 7% ആണ്. അപ്പോൾ 70 lakhൻ്റെ 7% അല്ലേ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇനി അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയാം, സെയിൽസും അറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അറിയാം. അപ്പോൾ അതിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആലോചിക്കുക, സെയിൽസ് 70 lakh rupees-ആണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 7% ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അത് 7% ആണ്. അപ്പോൾ 70 lakhൻ്റെ 7% 4,90,000 rupees ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇനി സെയിൽസ് 70 lakh നമുക്കറിയാം. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്കറിയാം, അത് 24 lakh ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 24 lakh ആണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പോയാൽ എന്താ കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടുക. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 70 lakh മൈനസ് 24 lakh 46 lakh rupees ആയിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. എന്താ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? ഇതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ EBIT കിട്ടും. അപ്പോൾ EBIT കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. EBIT കിട്ടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്കറിയില്ല. ഈ EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? EBT കിട്ടും. അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അതിൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് നമുക്കറിയാം, അത് 4,90,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ബാക്കിലോട്ട് വർക്ക് ചെയ്താൽ പോരെ? ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് 4,90,000 ആണ്. ടാക്സ് റേറ്റ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്, റേറ്റ് ഓഫ് ടാക്സ് 30% ആണ്. അതായത് EBTയുടെ 30% ആണ് ടാക്സ്. എന്ന് വെച്ചാൽ EBTയുടെ 70% അല്ലേ 490. അപ്പോൾ EBT എന്ന് പറയുന്നത് 490/70% ആയിരിക്കത്തില്ലേ? 7 lakh rupee. അപ്പോൾ അതിൻ്റെ 30% ആയിരിക്കത്തില്ലേ ടാക്സ് എന്ന് പറയുക? 2,10,000. അപ്പോൾ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് 4,90,000. അപ്പോൾ നമുക്ക് EBT കിട്ടി. എത്രയാണ്? 7 lakh rupee. ഇനി ഇൻട്രസ്റ്റ് അവിടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് 1,05,000 ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ EBIT കിട്ടത്തില്ലേ? അത് 8,05,000 rupees ആയിരിക്കത്തില്ലേ? അപ്പോൾ EBIT കിട്ടി. അപ്പോൾ 46 lakh ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് 8,05,000 EBIT പോകണമെന്നുണ്ടെങ്കിൽ ഈ 46ഉം 8,05,000 തമ്മിലുള്ള വ്യത്യാസം 37,95,000 rupees ആയിരിക്കത്തില്ലേ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്? അപ്പോൾ എല്ലാ സംഗതികളും ആയില്ലേ? നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് ചോദിച്ചിരുന്നത്. നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്ര നിന്ന് കിട്ടും? 37,95,000 rupees കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യമായിട്ട് അവിടെ ബാലൻസ് ഷീറ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റും അവർ പറഞ്ഞിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതിൻ്റെ അബ്സ്ട്രാക്റ്റ് തന്നിട്ടുണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസ്, 15% ഡിബഞ്ചർ, പേയബിൾസ്, ഇത്രയും സാധനങ്ങളാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 25% ആണ്. അപ്പോൾ നെറ്റ്വർത്ത് എന്താ? നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഇക്വിറ്റി പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് നെറ്റ്വർത്ത്. ഇവിടുത്തെ കേസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് അവിടെ നമുക്ക് നെറ്റ്വർത്ത് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 25% ആണ് റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് എന്താ? ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റലിനും റിസർവ്സിനും കൂടെ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? അതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നെ അറിയാം 490 ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 490 ഡിവൈഡഡ് ബൈ 25% അല്ലേ? 19,60,000 rupees ആയിരിക്കും നമ്മുടെ നെറ്റ്വർത്ത് എന്ന് പറയാം. ഈ 19,60,000 നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഇക്വിറ്റി പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അതിൻ്റെ റേഷ്യോ അവർ പറയുന്നുണ്ട് 7:3 ആണ്. ക്യാപിറ്റൽ ടു റിസർവ്സ് ആൻഡ് സർപ്ലസ് റേഷ്യോ 7:3 ആണ്. അപ്പോൾ ഈ 19,60,000 7:3 സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഇക്വിറ്റിയുടെയും റിസർവിൻ്റെയും വാല്യൂ കിട്ടത്തില്ലേ? അപ്പോൾ ഇവിടെ ഇക്വിറ്റിയുടെയും റിസർവിൻ്റെയും വാല്യൂ 19,60,000 7:3 ഡിവൈഡ് ചെയ്യുക, 7/10 3/10 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വിറ്റി 13,72,000 എന്നും റിസർവ് 5,88,000 എന്നും കിട്ടും. ഇനിയുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് പേയബിൾസ് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ ഡിബഞ്ചർ ആണ്. ഡിബഞ്ചറിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് അറിയാം, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാം 15 ആണ്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ബാക്ക് വർക്ക് ചെയ്താൽ ഡിബഞ്ചറിൻ്റെ വാല്യൂ കിട്ടും 7 lakh rupees എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ ലൈബിലിറ്റി സൈഡ് മൊത്തം ആയി, കാരണം ഇക്വിറ്റി ആയി, റിസർവ് ആയി, ഡിബഞ്ചറായി, അതുപോലെ പേയബിൾ ഓൾറെഡി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലൈബിലിറ്റി സൈഡ് ഫുള്ളായിട്ട് കിട്ടും.
അസറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോ നമുക്കറിയാം 2 ആണ്. അവിടെ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയാൻ ആകെ ഒരു ഐറ്റേ ഉള്ളൂ, അത് പേബിൾ ആണ്. അത് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കറക്റ്റ് അല്ലേ? പിന്നുള്ളത് ബാക്കിയുള്ളത് അസറ്റ് ആണ്. അസറ്റ് എന്ന് പറയാനായിട്ട് ഇവിടെ തന്നെ നോക്കുക, നമ്മുടെ കറണ്ട് അസറ്റ്സ് നമുക്കറിയാം, ടോട്ടൽ ലൈബിലിറ്റി അറിയാം. അപ്പോൾ ടോട്ടൽ അസറ്റ് അറിയാം. ടോട്ടൽ അസറ്റിൽ നിന്ന് കറണ്ട് അസറ്റ് മൈനസ് ചെയ്താൽ ഫിക്സഡ് അസറ്റ് കിട്ടും. ഇനി കറണ്ട് അസറ്റിനകത്തുള്ളത് സ്റ്റോക്ക്, റിസീവബിൾസ്, ക്യാഷ് ആണ്. റിസീവബിൾ ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് കാണാൻ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അറിയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റൻ ഉണ്ട്, അതിൽ നിന്ന് ആവറേജ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. പിന്നെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ അറിയാം, അതിൽ നിന്ന് നമുക്ക് ക്യാഷ് ബാലൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ സമയവും നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. Lavanya Limited wishes to raise additional finance of 20 lakh for meeting its investment plan. It has rupees 4,20,000 in the form of retained earnings available for investment purposes. Further details are as follows. Debt equity mix 3:7. Cost of debt തന്നിട്ടുണ്ട്. ഏണിംഗ് പെർ ഷെയർ തന്നിട്ടുണ്ട്. പേ ഔട്ട് ഉണ്ട്. റീറ്റെയിൻഡ് ഏണിങ്സ് 60% ആണെന്ന് പറയുന്നുണ്ട്. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ റീറ്റെയിൻ ഏണിങ്സ് 10%. കറണ്ട് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 53. ടാക്സ് റേറ്റ് 30%. ചോദ്യം, ഡിറ്റർമിൻ ദ പാറ്റേൺ ഫോർ റേസിംഗ് അഡീഷണൽ ഫിനാൻസ്. അപ്പോൾ അഡീഷണൽ ഫിനാൻസ് എത്ര വേണ്ടത്? മൊത്തം 20 ലാക്കാണ് വേണ്ടത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 3:7 ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കുറേ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 20 ലാക്കിൻ്റെ 3/10 ഡെറ്റും 7/10 എന്ന് പറയുന്ന ഇക്വിറ്റി. ഇനി ആ ഇക്വിറ്റിക്കകത്ത് തന്നെ 4,20,000 റീറ്റെയിൻ ഏണിങ്സ് ഉണ്ട്. അപ്പോൾ അത് പോയിട്ട് ബാക്കിയുള്ളതായിരിക്കും ഫ്രഷ് ഇക്വിറ്റി ഷെയർ എന്ന് പറയാം. അപ്പോൾ അതാണ് അവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഡെറ്റിൻ്റെ കേസിലും അപ് ടു 3,68%, ബിയോണ്ട് 3,60 12% ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരിക? മൊത്തം 20 ലാക്ക്, അതിൻ്റെ 70% ഇക്വിറ്റിയാണ്. അതായത് 14 ലാക്കിൻ്റെ ഇക്വിറ്റി, 6 ലാക്ക് റുപ്പിയുടെ ഡെറ്റ്. ഇനി ആ 14 ലാക്കിൻ്റെ ഇക്വിറ്റിക്കകത്ത് തന്നെ 4,20,000 റീറ്റെയിൻ ഏണിങ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പോയിട്ട് 9,80,000 ഇക്വിറ്റി. പിന്നെ ഡെറ്റ് മൊത്തം 6 ലാക്കാണ്. അത് 360 240 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ചോദ്യം, പോസ്റ്റ് ടാക്സ് ആവറേജ് കോസ്റ്റ് ഓഫ് അഡീഷണൽ ഡെറ്റ്. അഡീഷണൽ ആയിട്ട് റേസ് ചെയ്യുന്ന ഡെറ്റിൻ്റെ മാത്രം ആവറേജ് കോസ്റ്റ്. അവിടെ 2 ഡെറ്റ് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ വെയ്റ്റഡ് ആവറേജ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അടുത്തത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏണിങ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏണിങ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനായിട്ട് നമുക്ക് EPS അറിയാം 5 ആണ്. പേ ഔട്ട് അറിയാം 40% ആണ്. അപ്പോൾ 5ൻ്റെ 40%, 2 രൂപയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി ഗ്രോത്ത് കാണണം. ഗ്രോത്ത് എങ്ങനെ എടുക്കാം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ. റിട്ടൻഷൻ റേഷ്യോ പേ ഔട്ട് 40% ആണെന്ന് പറയുന്നു. അപ്പോൾ റിട്ടൻഷൻ 60% ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 10% ആണ്. അപ്പോൾ 60% ഇൻറ്റു 10%, 6% ആണ് ഗ്രോത്ത് റേറ്റ് വരിക. കറണ്ട് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട് 53 ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് KE കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ KE കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് 2 റുപ്പി ഡിവിഡൻഡ്, അതിനകത്ത് ഗ്രോത്ത് 6% അപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് 53 പ്ലസ് ഗ്രോത്ത് 6%. അത് വെച്ചിട്ട് KE വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇനി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ചോദ്യം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റും കാണാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അടുത്തത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്നുള്ള ചോദ്യമാണ്. ABC is planning to raise 50 lakh for major expansion. Firm is evaluating 3 financing option. ഒന്ന് ഇക്വിറ്റി ഫിനാൻസിങ് ഉള്ളി. ഇക്വിറ്റി ഷെയർസ് അറ്റ് 10 ഈച്ച്, ഇഷ്യൂ പ്രൈസ് 10, ബട്ട് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 0.5 ഉണ്ട്. എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് 10 lakh ആണ്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 20 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മൊത്തം 50 ലാക്കാണ് ഫണ്ട് വേണ്ടത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ 10 റുപ്പി വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 5 ലാക്ക് ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ 5 ലാക്ക് ഇക്വിറ്റി ഷെയറിന് 0.5 വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ട്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ 5 ലാക്കിന് 0.5 വെച്ച് ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ 2,50,000 റുപ്പീസ് ഫ്ലോട്ടേഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് 50 ലാക്ക് ഫണ്ട് റേസ് ചെയ്യുവാണെങ്കിൽ 50ന്ന് 2,50,000 പോയിട്ട് ബാക്കി 47,50,000 റുപ്പീസിനുള്ള ഫണ്ട് മാത്രമേ കയ്യിൽ കിട്ടുള്ളൂ. ഇനി ഡെറ്റ് ഫിനാൻസിങ്ങിൻ്റെ കേസിൽ ബോറോ 50 ലാക്ക് അറ്റ് 12% ഇൻട്രസ്റ്റ് ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഡെറ്റിനും ഉണ്ട്. 2% ഓഫ് ഫേസ് വാല്യൂ ഫ്ലോട്ടേഷൻ ഉണ്ട്. ലെൻഡർ ഇമ്പോസസ് എ ഡെറ്റ് കവനന്റ് ലിമിറ്റിംഗ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ടു എ മിനിമം ഓഫ് 2.5. അപ്പോൾ അവിടെ അടുത്തൊരു കണ്ടീഷൻ കൂടെ പറയുന്നു. നമ്മുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ മിനിമം 2.5 ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. എന്താ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ? EBIT ബൈ ഇൻട്രസ്റ്റ് ആണ്. അത് മിനിമം 2.5 അച്ചീവ് ചെയ്യണം എന്നൊരു കണ്ടീഷൻ കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ആണ്. റേസ് 25 ലാക്ക് ത്രൂ ഇക്വിറ്റി, ഫ്ലോട്ടേഷൻ 0.5 പെർ ഷെയർ ഉണ്ട്. റേസ് 25 ലാക്ക് ത്രൂ ഡെറ്റ് അറ്റ് 12% ഇൻട്രസ്റ്റ്, അത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2% ഉണ്ട്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നു. പ്രോജക്റ്റ് EBIT 15 ലാക്ക്, കോർപ്പറേറ്റ് ടാക്സ് 30%, എക്സിസ്റ്റിംഗ് ഷെയർസ് 10 ലാക്ക്, റിസ്ക് ഫ്രീ റേറ്റ് 6%, മാർക്കറ്റ് റിട്ടേൺ 14, ബീറ്റ 1.2. ചോദ്യം, കാൽക്കുലേറ്റ് ദ എബോവ് ഇൻഫർമേഷൻ. കാൽക്കുലേറ്റ് നെറ്റ് പ്രൊസീഡ്സ് ഫ്രം ഈച്ച് ഫിനാൻസിങ് ആഫ്റ്റർ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ്. ഓരോ മെത്തേഡിനകത്തും നമുക്ക് നെറ്റ് എത്ര രൂപ വീതം കിട്ടും.
ആൻഡ് ഡിറ്റർമിൻ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഇഷ്യൂഡ് ഇൻ ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 3. അപ്പോൾ ഓപ്ഷൻ 1ലും ഓപ്ഷൻ 3ലും എത്ര ഇക്വിറ്റി ഷെയർസ് വീതം ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 2. ഫോർ ഡെറ്റ് ഓപ്ഷൻ ചെക്ക് ഇഫ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കംപ്ലൈസ് വിത്ത് കവനന്റ് ഓഫ് മിനിമം 2.5. കവറേജ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കമ്പ്യൂട്ട് EPS under each option and compute weighted average cost of capital under each option considering impact of fluctuation cost on capital raised. Advise which financing option is best from both an EPS and a weighted average cost of capital perspective. നല്ല ക്വസ്റ്റ്യൻ ആണ്, എക്സലൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ റെഗുലർ വെയ്റ്റഡ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്നുള്ള ഏത് സോഴ്സിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യന് പുറമെ വെയ്റ്റഡ് ആവറേജിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഫ്ലക്ട്വേഷൻ കോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 9.5 പെർ ഷെയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വിറ്റി ഓപ്ഷൻ ആണെങ്കിൽ 50 ലാക്ക് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും? 5,26,000 ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മൾക്ക് 50 ലാക്കിന് 5 ലാക്ക് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 5 ലാക്ക് ഷെയറിന് 0.5 വെച്ചിട്ട് 2,50,000 റുപ്പീ ഫ്ലോട്ടേഷൻ പോകും. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 50 ലാക്കിൽ നിന്ന് 2,50,000 പോയാൽ 47,50,000 റുപ്പീസ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50 ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും? നമ്മുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 0.5 ഉണ്ട്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 0.5 ഉണ്ട്. അപ്പം നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 9.5 റുപ്പീ പെർ ഷെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 50 ലാക്ക് ഫണ്ട് വേണമെങ്കിൽ 50 ലാക്ക് ബൈ 9.5ന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. 50 ലാക്ക് ബൈ 9.5 ചെയ്യുമ്പോൾ 5,26,000 ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 52 ലാക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് 50 ലാക്ക് കയ്യിൽ കിട്ടും. ഇനി ഡെറ്റ് ഓപ്ഷൻ്റെ കേസിൽ 2% ആണ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2% ഫ്ലോട്ടേഷൻ ഉണ്ടെന്നുമ്പോൾ 50 ലാക്കിന് എടുക്കുകയാണെങ്കിൽ 49 ലാക്ക് മാത്രമേ കയ്യിൽ കിട്ടുള്ളൂ. കാരണം 50 ലാക്കിൻ്റെ 2% ഫ്ലോട്ടേഷൻ ആണ്. അപ്പോൾ എഗെയിൻ നേരത്തെ ചെയ്ത പോലെ അപ്പോൾ ടു ഗെറ്റ് 50 ലാക്ക് റുപ്പി 50 ലാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇഷ്യൂ ചെയ്യണം? ആലോചിച്ച് നോക്കുക. 2% ഫ്ലോട്ടേഷൻ ആണ്. അപ്പം നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 98% അല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 50 ലാക്ക് എന്ന് പറയുന്നത് ഏതോ റേസ് ചെയ്യുന്ന ഫണ്ടിൻ്റെ 98% ആവണം. അപ്പോൾ 50 ലാക്ക് ഡിവൈഡഡ് ബൈ 98% ചെയ്യുമ്പോൾ 51 ലാക്ക് 2041 എന്ന് കിട്ടും. അപ്പോൾ 51 ലാക്ക് 2041ന് ഇഷ്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് 50 ലാക്ക് കയ്യിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അതിൻ്റെ 12% ആയിരിക്കും വരിക. ഓക്കെ ആണോ? ഇനി 25 ലാക്ക് 50-50 ഇക്വിറ്റി ഡെറ്റ് മിക്സിലാണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് വരിക? അപ്പോൾ 25 ലാക്കിൻ്റെ ഇക്വിറ്റിയും 25 ലാക്കിൻ്റെ ഡെറ്റും ആണ് വേണ്ടത്. അപ്പോൾ 25 ലാക്കിൻ്റെ ഇക്വിറ്റി ആണെങ്കിൽ എഗെയിൻ 25 ലാക്ക് ഡിവൈഡഡ് ബൈ 9.6 പെർ ഷെയർ ആണ്. അപ്പോൾ നമുക്ക് 25 ലാക്ക് ഫണ്ട് വേണമെങ്കിൽ 2,60,000 ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. 9.5 ആണ്, 9.6 അല്ല, 9.5 ആണ്. അപ്പോൾ 2,63,158 ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഡെറ്റിൻ്റെ കേസിലാണെങ്കിൽ 25 ലാക്ക് എന്ന് പറയുന്നത് എന്താവണം? 98% ആവണം. കാരണം 2% ആണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉള്ളത്. അതായത് 25 ലാക്ക് 51,000നുള്ള ഡെറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇനി അതാണ് ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ചിരുന്നത്. ഓരോന്നും എത്ര വീതമാണ് വരിക എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഡെറ്റ് ഓപ്ഷനകത്ത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഡെറ്റ് ഓപ്ഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമുക്ക് 51 ലാക്ക് 2,941 റുപ്പീസിനുള്ള ഡെറ്റാണ് റേസ് ചെയ്യേണ്ടത്. അത് എത്ര % ഡെറ്റാണ്? അതിൻ്റെ ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 15% ഡെറ്റാണ് അല്ലേ? നമ്മൾ ഡെറ്റ് ഇഷ്യൂ ചെയ്യുന്നത് 12% ഇൻട്രസ്റ്റിനാണ്. അപ്പോൾ 12% ഇൻട്രസ്റ്റിനാണ് നമ്മൾ ഡെറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി EBIT അവർ ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ EBIT എന്ന് പറയുന്നത് 15 ലാക്ക് റുപ്പീസുമാണ്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 51 ലാക്കിന് 12% എന്ന് പറയുമ്പോൾ 6,12,000 റുപ്പീസാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. EBIT എന്ന് പറയുന്നത് 15 ലാക്കുമാണ്. അപ്പോൾ നമ്മുടെ കവറേജ് റേഷ്യോ വരുന്നത് 15 ലാക്ക് ഡിവൈഡഡ് ബൈ 6,12,000 ചെയ്യുമ്പോൾ 2.45 എന്നാണ് വരുന്നത്. അതായത് 2.5 അച്ചീവ് ആവുന്നില്ല. അവർ പറഞ്ഞ മിനിമം ഈ ഇൻട്രസ്റ്റ് കവറേജ് അവിടെ അച്ചീവ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇനി മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ആണെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് ഡെറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? 25 ലാക്കിന് ഡെറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 12% എന്ന് പറയുമ്പോൾ നമുക്ക് 3,06,000 റുപ്പീസിൻ്റെ ഇൻട്രസ്റ്റ് ആണ് അവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ അത് കവറേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് EBIT 15 ലാക്ക് ഡിവൈഡഡ് ബൈ 3,06,000 ചെയ്യുമ്പോൾ 4.9 എന്നാണ് വരുന്നത്. അവിടെ നമ്മുടെ കവനൻ്റ് അച്ചീവ് ആവുന്നുണ്ട്. അതായത് നമുക്ക് മിനിമം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അച്ചീവ് ആവുന്നുണ്ട്. ഇനി
ഓരോ കേസിലെയും EPS കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? EBITക്കകത്തുനിന്ന് ഇൻട്രസ്റ്റ് ടാക്സ് മൈനസ് ചെയ്യുക, നമ്പർ ഓഫ് ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്യുക, EPS കിട്ടും. ഡെറ്റ് ഓപ്ഷനകത്തും അതുപോലെ ചെയ്യുക, അതുപോലെ ആ മിക്സ് ഓപ്ഷനകത്തും EPS കാൽക്കുലേറ്റ് ചെയ്യുക. ഈസിയാണ്, കാരണം ബേസിക്കലി പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. ഇനി നമ്മുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യം എന്തൊക്കെ വേണം? ഇക്വിറ്റി വേണം, ഡെറ്റ് വേണം, രണ്ടിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനായിട്ട് അവിടെ CAPM തന്നിട്ടുണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് ഉണ്ട്, ബീറ്റ ഉണ്ട്, റിസ്ക് പ്രീമിയം അതുപോലെ റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എടുക്കുമ്പോൾ 15.6% എന്നാണ് വരിക. ഇനി ഡെറ്റിൻ്റെ കോസ്റ്റോ, ഡെറ്റ് 12 ആണ്. അപ്പോൾ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആകുമ്പോൾ 12 × 70% ചെയ്താൽ മതി, 8.4% എന്നാണ് വരിക. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എടുക്കാം. അപ്പോൾ അവിടെ 3 ഓപ്ഷനാണ് വരുന്നത്. ആദ്യത്തെ ഇക്വിറ്റി ഓപ്ഷനാണ്. ഇക്വിറ്റി ഓപ്ഷൻ ആണെങ്കിൽ KE ആണ്, കാരണം 100% ഇക്വിറ്റി ആണ്. KE 15.6 ആണ്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് 15.6 തന്നെ. രണ്ടാമത്തെ ഡെറ്റ് ഓപ്ഷനാണ്. അപ്പോൾ അത് KD ആണ്. KD എന്ന് പറയുന്നത് 12 × 1 - T ആണ്, അതായത് 8.4% ആണ്. ഇനി മൂന്നാമത് മിക്സ് ആണ്. അത് 50-50 വെയിറ്റിലാണ് വരുന്നത്. ഇക്വിറ്റിയുടെ കോസ്റ്റ് 15.6, അതിൻ്റെ വെയിറ്റ് 50%. ഡെറ്റിൻ്റെ കോസ്റ്റ് 8.4, അതിൻ്റെ വെയിറ്റ് 50%. രണ്ടും കൂടെ ചേരുമ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. അത് 11.96% എന്നാണ് കിട്ടുക. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് EPS ബേസ് ചെയ്തും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ബേസ് ചെയ്തും റെക്കമെൻഡേഷൻ പറയാനാണ്. അപ്പോൾ EPS ഓരോ ഓപ്ഷൻ്റെ EPS എടുക്കുക. ഏറ്റവും കൂടുതൽ EPS വരുന്നത് 0.688 വരുന്നത് ഇക്വിറ്റി ഓപ്ഷൻ തനിച്ചാണ്. ഇനി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും കുറവ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് വരുന്നത് 8.4 വരുന്നത് ഡെറ്റ് തനിയെ ഇഷ്യൂ ചെയ്യുമ്പോഴുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ ഓരോ കേസിലെയും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് നമുക്ക് പറയാം, ഇതും പറയാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്കിവിടെ ഒരു കൺക്ലൂസീവ് ഒറ്റ ആൻസർ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ EPS വരുന്നത് 0.688 എന്ന് പറയുന്ന EPS വരുന്നത് ഇക്വിറ്റി ഓപ്ഷനിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് വരുന്നതും അവിടെയാണ്. കാരണം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് 15.6% വരുന്നത് എവിടെയാണ്? നമ്മൾക്ക് ഇക്വിറ്റി ഓപ്ഷനകത്ത് തന്നെയാണ്. അപ്പോൾ കോസ്റ്റ് ഏറ്റവും കൂടുതലുള്ളതും ഇക്വിറ്റി ഓപ്ഷനിൽ തന്നെയാണ്. ഇനി കോസ്റ്റ് ഏറ്റവും കുറവുള്ളത് 8.4 ഡെറ്റിലാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നം നമ്മുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ സാറ്റിസ്ഫൈഡ് അല്ല. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ സാറ്റിസ്ഫൈഡ് ആവുന്നത് നമ്മുടെ മിക്സ് ഓപ്ഷനകത്താണ്. അവിടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ സാറ്റിസ്ഫൈഡ് ആണ്. കോസ്റ്റ് ഏറ്റവും കുറവല്ല, ഇൻ ബിറ്റ്വീൻ ആണ്. EPS ഏറ്റവും കുറവല്ല, ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ ഇക്വിറ്റി ഓപ്ഷനേക്കാൾ ബെറ്റർ ഡെറ്റ് ഓപ്ഷനേക്കാൾ ബെറ്റർ EPS കിട്ടുന്നുണ്ട്. എന്നാൽ കോസ്റ്റ് ഏറ്റവും കുറവല്ല, അതിനേക്കാൾ കുറവുമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മിക്സ് ഓപ്ഷൻ ബെറ്റർ ഓപ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെവറേജ് എന്നുള്ളതാണ്. X Limited and Y Limited are two mid-sized companies operating in the same competitive industry. Both the companies have recently undergone a financial performance review to assess their operational efficiency, cost structure, and overall financial risk. You, as a financial analyst, have been provided with the selective financial indicators and are required to draw insights and comparison based on leverage analysis and income statement reconstruction. സോ ചുമ്മാ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമ്പനി അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്നു. ആസ് ആൻ അനലിസ്റ്റ് നമ്മൾ അവരുടെ ലെവറേജ് അനാലിസിസ് നടത്തണം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുകയും വേണം. ഓക്കെ. Management of X Limited has disclosed that company is currently operating with a margin of safety of 0.1667%. അപ്പോൾ എക്സ് ലിമിറ്റഡും വൈ ലിമിറ്റഡും രണ്ട് കമ്പനിയാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് തന്നെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എക്സ് ലിമിറ്റഡിൻ്റെത് 0.1667 ആണ്. ഇനി വൈ ലിമിറ്റഡിൻ്റെ കേസിൽ മാർജിൻ ഓഫ് സേഫ്റ്റി ദാറ്റ് ഈസ് ട്വൈസ് ആസ് ഹൈ ആസ് ദാറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ 2 times ആണ് ആരുടേത്? വൈ ലിമിറ്റഡിൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ വൈ ലിമിറ്റഡിൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 0.3334 ആയിരിക്കും. ഇനി ബോത്ത് കമ്പനീസ് മെയിൻറ്റെയിൻ എ ഫിനാൻഷ്യൽ ലെവറേജ് ഓഫ് 3. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ലെവറേജ് തന്നിട്ടുണ്ട്, രണ്ട് പേർക്കും 3 ആണ് ഫിനാൻഷ്യൽ ലെവറേജ്. ബോത്ത് കമ്പനീസ് ദെൻ ദെയർ വേരിയബിൾ കോസ്റ്റ് റേഷ്യോസ് ആർ 60% ഫോർ എക്സ് ലിമിറ്റഡ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർസെൻറ്റേജ് പറയുന്നുണ്ട് 60% ഫോർ കമ്പനി എക്സ് ആൻഡ് 50% ഫോർ വൈ ലിമിറ്റഡ്. ഇനി പറയണു ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ കോസ്റ്റ് എക്സ് ലിമിറ്റഡ് ഇൻകേഴ്സ് ആൻ ആനുവൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഓഫ് 30,000 rupees. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 30,000 rupees ആണ്. എന്നാൽ വൈയുടെ കേസിൽ ഇൻകേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ദാറ്റ് ഈസ് 300% ഹയർ ദാൻ എക്സ് ലിമിറ്റഡ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 300% കൂടുതലാണ്. അപ്പോൾ
ഇതിൻ്റെ 300% എന്ന് പറയുമ്പോൾ എത്രയാണ്? 90,000 റുപ്പീസാണ് നമ്മുടെ വൈ ലിമിറ്റഡിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പക്ഷേ ഒരു കേസുള്ളത് അവർ പറഞ്ഞേക്കുന്നത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. വൈ ലിമിറ്റഡ് ഹൗവർ ഇൻകേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ദാറ്റ് ഈസ് 300% ഹയർ ദാൻ എക്സ് ലിമിറ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എക്സ് ലിമിറ്റഡിൻ്റെ 300% ആണ് ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്നല്ല, മറിച്ച് 300% ഹയർ ദാൻ എക്സ് ലിമിറ്റഡ് എന്നാണ് പറഞ്ഞേക്കണേ. അവിടെ പറഞ്ഞതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. 300% എന്നല്ല അവർ പറഞ്ഞേക്കുന്നത്, മറിച്ച് എന്താണ് 300% ഹയർ ദാൻ എക്സ് ലിമിറ്റഡ് എന്നാണ്. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഈ 30,000ൻ്റെ 300% ആണ്, അത് 90,000 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ ആ 90,000 ആയിരിക്കില്ല ഇൻട്രസ്റ്റ്, 90,000 മോർ ദാൻ എക്സ് ലിമിറ്റഡ് എന്നാണ് പറയുക. അപ്പോൾ 30,000 പ്ലസ് 90,000 ആണ് വരിക, അതായത് 1,20,000 റുപ്പീസാണ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ ആണോ? അപ്പോൾ വൈയുടെ ഇൻട്രസ്റ്റ് അത് അവർ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. 300% ഓഫ് എക്സ് എന്നല്ല പറഞ്ഞേ, 300% ഹയർ ദാൻ ദാറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ എക്സിൻ്റെ 30,000 ആണെങ്കിൽ വൈയുടേത് 1,20,000 റുപ്പീസ് ആയിരിക്കും. ഇനി ബോത്ത് കമ്പനീസ് ആർ സബ്ജക്ട് ടു കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഓഫ് 30%, വിച്ച് അഫക്ട് ദെയർ നെറ്റ് പ്രോഫിറ്റബിലിറ്റി ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ടാക്സ് റേറ്റ് 30% ആണ്, രണ്ട് കമ്പനിക്കും 30. ഇനി എന്താ പറഞ്ഞേക്കണേ? യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർ ബോത്ത് ദ കമ്പനി ആൻഡ് ഐഡന്റിഫൈ ദ കമ്പനി വിച്ച് ഈസ് ബെറ്റർ പ്ലേസ് വിത്ത് റീസൺ ബേസ്ഡ് ഓൺ ലെവറേജ്. അപ്പോൾ രണ്ടുപേരുടെയും ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ്, അത് സെയിൽസ് മുതലുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. എന്നിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ഏത് കമ്പനിയാണ് ബെറ്റർ പ്ലേസ്ഡ് ആയിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് ലെവറേജ് എന്നും ചോദിച്ചിട്ടുണ്ട്. നമ്മളിത് ടിപ്പിക്കൽ ക്വസ്റ്റൻ ആണ്, ക്ലാസ്സിൽ ഒരുപാട് തവണ ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഇങ്ങനെ ഒരു സെനാരിയോ വന്നു കഴിഞ്ഞാൽ ഇതിൽ അബ്സല്യൂട്ട് ഇൻഫർമേഷൻ ഏതാണ് തന്നേക്കണേ, അബ്സല്യൂട്ട് വാല്യൂ ഏതാണ് തന്നേക്കണേ, അതായത് ഒരു ഫിഗറായിട്ട് ഏതാണ് തന്നേക്കണേ. ഇവിടുത്തെ കേസിൽ ഇൻട്രസ്റ്റ് ആണ്, വേറെ ഒന്നും ഫിഗർ അല്ല, ബാക്കി എല്ലാം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഇൻട്രസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻട്രസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ ലെവറേജിലാണ്. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. കാരണം ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത് എന്താണ്? EBIT ബൈ EBT ആണ്. അപ്പോൾ EBIT ബൈ EBT ആണ് ഫിനാൻഷ്യൽ ലെവറേജ്. ആ EBT എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? EBIT മൈനസ് ഇൻട്രസ്റ്റ് എന്ന് മാറ്റാം. അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആളുടെ ഫിനാൻഷ്യൽ ലെവറേജ് 3 ആണ്. അപ്പോൾ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് 30,000 ഈക്വൽ 3. അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്താൽ 1 EBIT ഈക്വൽ 3 EBIT മൈനസ് 3 ഇൻറ്റു 30,000 90,000. സോ 2 EBIT 90,000, EBIT എന്ന് പറയുന്നത് 90,000 ബൈ 2 എന്ന് വരും, ദാറ്റ് ഈസ് 45,000 റുപ്പീസ് ആയിരിക്കും EBIT. അതുപോലെ കമ്പനി വൈയുടെ കേസും കൊടുക്കുക. EBIT ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 3. അവിടെയും ഫിനാൻഷ്യൽ ലെവറേജ് 3 തന്നെയാണ്. ഇനി അവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ 30,000 അല്ല ഇൻട്രസ്റ്റ്, 1,20,000 റുപ്പീസാണ് ഇൻട്രസ്റ്റ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ 1 EBIT ഈസ് ഈക്വൽ ടു 3 EBIT മൈനസ് 1,20,000 ഇൻറ്റു 3, 3,60,000 റുപ്പീസ്. So 2 EBIT 3,60,000, EBIT is equal to 3,60,000 by 2, that is 1,80,000 റുപ്പീസ് ആണ് അവിടെ EBIT ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 ബൈ മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണ്. അപ്പോൾ ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി തന്നേക്കുന്നത് 0.1667 ആണ് അല്ലേ. 0.1667% എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ബൈ 0.1667 ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലെവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് 6 ടൈംസ് ആണ്. ഇനി ഇവിടുത്തെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 0.3334 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 0.3334 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഓപ്പറേറ്റിംഗ് ലെവറേജ് 3 എന്നും കിട്ടും. ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് ലെവറേജ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ EBIT 6 ആണ്, EBIT നമുക്കറിയാം 45 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ EBIT ഇൻറ്റു 6 ആയിരിക്കും, ദാറ്റ് ഈസ് 45,000 ഇൻറ്റു 6 ആയിരിക്കും. സോ 45,000 ഇൻറ്റു 6 2,70,000 റുപ്പീസ് ആണ് വരിക. ഇവിടെ അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു EBIT ഇൻറ്റു 3 ആണ് അല്ലെ. കോൺട്രിബ്യൂഷൻ ബൈ EBIT ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലെവറേജ് 3 എന്നാണ് കൊടുത്തേക്കണേ. സോ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? EBIT ഇൻറ്റു 3 ആണ്, ദാറ്റ് ഈസ് 1,80,000 ഇൻറ്റു 3 ആണ് വരിക. സോ 1,80,000 ഇൻറ്റു 3 5,40,000 റുപ്പീസ് എന്നാണ് കോൺട്രിബ്യൂഷൻ വരിക. അപ്പോൾ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി നമ്മൾക്ക് കോൺട്രിബ്യൂഷൻ അറിയാം എങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം വേരിയബിൾ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് അവർ പറയുന്നുണ്ട്. വേരിയബിൾ കോസ്റ്റ് 60% ആണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് 60% ആണെങ്കിൽ സെയിൽസിൻ്റെ 60% വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ബാക്കി 40% എന്താണ്? കോൺട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ കോൺട്രിബ്യൂഷൻ്റെ പെർസെൻറ്റേജ് നമുക്കറിയാം, അഥവാ PV റേഷ്യോ നമുക്കറിയാം. എത്രയാണ്? PV റേഷ്യോ 40% ആണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സെയിൽസ് 2,70,000 ഡിവൈഡഡ് ബൈ 40% ആയിരിക്കും,
ദാറ്റ് ഈസ് 6,75,000 rupees ആയിരിക്കും. കമ്പനി വൈ ലിമിറ്റഡിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ വൈ ലിമിറ്റഡിൻ്റെ അവിടെ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് 50% ആണ്. അപ്പോൾ ബാക്കി 50% ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ പി വി റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? പി വി റേഷ്യോ 50% ആണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5,40,000 ഡിവൈഡഡ് ബൈ 50%, വിച്ച് ഈസ് 10,80,000 rupees ആയിരിക്കും സെയിൽസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യാം? സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്യാം. സെയിൽസ് 6,75,000 rupee, ഇവിടെ 10,80,000 rupee. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് 60% ആണ്. അപ്പോൾ ഇതിൻ്റെ 60% വേരിയബിൾ കോസ്റ്റ്, ഇവിടെ 50% ആണ് വേരിയബിൾ കോസ്റ്റ്. സോ 50 കോൺട്രിബ്യൂഷൻ കിട്ടും. 675 മൈനസ് 4,05,000, 2,70,000 ആൻഡ് 5,40,000. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് അറിയില്ല, പകരം EBIT അറിയാം. EBIT എത്രയൊക്കെയാണ്? EBIT എന്ന് പറയുന്നത് ആദ്യത്തെ ആളുടെ 45,000 മറ്റേത് 1,80,000 rupees-ഉമാണ്. അപ്പോൾ 45,000 ആൻഡ് 1,80,000 തമ്മിലുള്ള ഡിഫറൻസ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. 2,70,000 മൈനസ് 45 225, അതുപോലെ 5,40,000 മൈനസ് 1,80,000 3,60,000. ഇനി അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക. ഇൻട്രസ്റ്റ് നമുക്കറിയാം 30,000 1,20,000 rupees-ഉമാണ്. EBT കിട്ടും. സോ 15,000 60,000. ഇനി അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യുക. നമ്മുടെ ടാക്സ് റേറ്റ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ടാക്സ് റേറ്റ് 30% ആണ്. സോ 15,000-ൻ്റെ 30% ടാക്സ് 4,500, 18,000 ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എടുക്കുക. 10,500-ഉം 42,000 rupees എന്നും കിട്ടും. ഓക്കെ ആണോ? ഇനി ചോദിച്ചേക്കുന്നത് ഐഡൻറ്റിഫൈ ദ കമ്പനി വിച്ച് ഈസ് ബെറ്റർ പ്ലേസ്ഡ് ഇൻ ടേംസ് ഓഫ് ലെവറേജ് എന്നാണ്. ലെവറേജ് വെച്ചിട്ട് ഇതിൽ ഏത് കമ്പനിയാണ് ബെറ്റർ പ്ലേസ്ഡ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ അത് നമുക്കറിയേണ്ടത് 2 ലെവറേജ് ആണുള്ളത്, ഓപ്പറേറ്റിംഗ് ലെവറേജും ഫിനാൻഷ്യൽ ലെവറേജും. ഇത് ഓരോന്നിലും ആർക്കാണ് ബെറ്റർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ ലെവറേജ് കൂടുതലുള്ള ആളല്ല ബെറ്റർ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. യൂഷ്വലി കുട്ടികൾ വരുത്തുന്ന ഒരു തെറ്റാണ്, ലെവറേജ് വെച്ചിട്ട് ഇത് ആരാണ് ബെറ്റർ പ്ലേസ്ഡ് ആയിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ലെവറേജ് കൂടിയ ആൾ ബെറ്റർ ആണെന്ന് പറയും. ആക്ച്വലി ലെവറേജ് കൂടിയ ആളല്ല ബെറ്റർ ആയിട്ടുള്ളത്. അവിടെ അതിൻ്റെ എന്തുകൊണ്ടാണ് ലെവറേജ് വരുന്നതെന്ന് ആലോചിക്കുക. ലെവറേജ് ഉണ്ടാവുന്നത്, ഓപ്പറേറ്റിംഗ് ലെവറേജ് ഉണ്ടാവുന്നത് ഫിക്സഡ് കോസ്റ്റ് കാരണവും ഫിനാൻഷ്യൽ ലെവറേജ് ഉണ്ടാവുന്നത് ഇൻട്രസ്റ്റ് കാരണവുമാണ്. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നതും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും ഫേമിനെ സംബന്ധിച്ചൊരു ലൈബിലിറ്റിയാണ്, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, ഫിക്സഡ് കമ്മിറ്റ്മെൻ്റ് ആണ്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ആ എക്സ്പെൻസ് കൊടുത്തേ പറ്റും. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് ഉപയോഗിച്ച് എത്ര തവണ ഈ എക്സ്പെൻസ് കൊടുക്കാൻ പറ്റും, എത്രയാണ് നമ്മളുടെ കവറേജ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ആരാണ് ബെറ്റർ പ്ലേസ്ഡ് ആയിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ കേസിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ഫിക്സഡ് കോസ്റ്റ് കവറേജ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഫിക്സഡ് കോസ്റ്റ് കവറേജ് ആണ് ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ കാര്യത്തിൽ നോക്കേണ്ടത്. അതായത് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എവിടെ നിന്നാണ് മൈനസ് ചെയ്യണേ? കോൺട്രിബ്യൂഷനിൽ നിന്നല്ലേ. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ച് എത്ര തവണ ഫിക്സഡ് കോസ്റ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഫിക്സഡ് കോസ്റ്റ്. ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ 2,70,000 ബൈ 2,25,000, അതായത് 2,70,000 ഉപയോഗിച്ച് 2,25,000 എത്ര തവണ നമുക്ക് കൊടുക്കാൻ പറ്റും? 1.2 ടൈംസ് കൊടുക്കാൻ പറ്റും. അടുത്തത് 5,40,000 ബൈ 3,60,000 ചെയ്യുമ്പോൾ 1.5 ടൈംസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി കമ്പനി വൈക്കുണ്ട്. അപ്പോൾ ആരാണ് ബെറ്റർ? കമ്പനി വൈ ആണ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലെവറേജ് നോക്കുമ്പോൾ കമ്പനി വൈ ആണ് ബെറ്റർ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അടുത്ത ഫിനാൻഷ്യൽ ലെവറേജ് നോക്കുക. ഫിനാൻഷ്യൽ ലെവറേജ് നോക്കുമ്പോൾ എന്ത് കാരണമാണ് ഫിനാൻസ് ലെവറേജ് ഉണ്ടാവുന്നതെന്ന് നോക്കുക. ഡെറ്റ് ക്യാപിറ്റൽ കാരണമാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇൻട്രസ്റ്റ് കാരണമാണ് ഫിനാൻഷ്യൽ ലെവറേജ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ കവറേജ് ആർക്കാണ് ബെറ്റർ എന്നാണ് നോക്കേണ്ടത്. ഇൻട്രസ്റ്റ് എവിടെ നിന്നാണ് പേ ചെയ്യുന്നത്? EBIT എന്നാണ് പേ ചെയ്യുന്നത്. അപ്പോൾ EBIT ബൈ ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. EBIT 45,000 ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് 30,000. അപ്പോൾ 45 ബൈ 30 ചെയ്യുമ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടും. അടുത്ത 1,80,000 ബൈ 1,20,000 ചെയ്യുമ്പോൾ അവിടെയും 1.5 എന്ന് കിട്ടും. അത് ഇൻഡിഫറൻറ്റ് സെനാരിയോ ആണ് ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ ലെവറേജ്. അപ്പോൾ ഫിനാൻഷ്യൽ ലെവറേജ് വെച്ച് നോക്കുമ്പോൾ 2 കമ്പനികളും ഒരുപോലെയാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. എന്നാൽ ഓപ്പറേറ്റിംഗ് ലെവറേജ് നോക്കുമ്പോൾ കമ്പനി വൈ ആണ് ബെറ്റർ പ്ലേസ്ഡ് ആയിട്ടുള്ളത്, കാരണം അവർക്കാണ് ബെറ്റർ കവറേജ് ഉള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ഈ ലെവറേജ് വെച്ചിട്ട് ആരാണ് ബെറ്റർ എന്ന് ചോദിക്കുമ്പോൾ ലെവറേജ് കൂടിയുള്ള ആൾ ബെറ്റർ ആണ് എന്ന് എഴുതിയേക്കരുത്, മറിച്ച് അവരുടെ കവറേജ് നോക്കുക. ഓരോ ലെവറേജും ആര് കാരണമാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ കവറേജ് ആണ് നമ്മൾ നോക്കേണ്ടത്. ആ കവറേജ് വെച്ചിട്ടാണ് നമ്മളിതിൽ ഏതാണ് ബെറ്റർ പ്ലേസ്ഡ് ആയിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ, അടുത്തത് ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ആക്ച്വലി അതൊരു ഡിവിഡൻഡ് ഡിസിഷൻ ക്വസ്റ്റിനേക്കാൾ ഉപരി അതൊരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്വസ്റ്റൻ ആണെന്ന് വേണമെങ്കിൽ പറയണം. കണക്റ്റഡ് ആണ്. ഗോർഡൻസ് മോഡലാണ്. ഗോർഡൻസ് മോഡൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്തും പഠിക്കുന്നുണ്ട്, ഡിവിഡൻഡ് ഡിസിഷൻ അതും പഠിക്കുന്നുണ്ട്. സോ ടെക്നിക്കലി 2 ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം.
In the month of April, in the current financial year, your shares of PQR Limited were sold for 1,570 per share. A long-term earnings growth rate of 8% is anticipated. PQR Limited paid a dividend of 25 rupee per share. Calculate a rate of return an investor can expect to earn, assuming that dividends are expected to grow along with earnings at 8% per year in perpetuity. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് അറിയാം, ഗ്രോത്ത് റേറ്റ് അറിയാം, ഡിവിഡൻഡ് അറിയാം. ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ഇൻവെസ്റ്റർ ക്യാൻ എക്സ്പെക്ട് ടു ഏൺ. ഒരു ഇൻവെസ്റ്റർക്ക് എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും? എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് ഇൻവെസ്റ്റർ ആണ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. KE കാണണം. എങ്ങനെ KE കാണുക? ഗോർഡൻ മോഡൽ പ്രകാരം D1/P0 + G. അതിൽ D1 എത്രയാണ്? പെയ്ഡ് ഡിവിഡൻഡ് ഓഫ് 25 റുപ്പി പെർ ഷെയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ D0 25 ആണ്. അതിൽ 8% ഗ്രോത്ത് അപ്ലൈ ചെയ്യാം. 25 × 8% ഗ്രോത്ത് ഡിവൈഡഡ് ബൈ P0 1570 പ്ലസ് ഗ്രോത്ത് റേറ്റ് 8%. സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 25 × 1.08 ബൈ 1570 പ്ലസ് 8% 9.72% എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്നത്, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് PQR വിൽ ഏൺ അബൌട്ട് 10% ഓൺ റീറ്റെയിൻ ഏണിങ്സ്. അപ്പോൾ അവരുടെ റീറ്റെയിൻഡ് ഏണിങ്സിനകത്ത് അവർക്ക് 10% റിട്ടേൺ കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താ സംഭവം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 10% ആൻഡ് ഷാൽ റീറ്റെയിൻ 60% ഓഫ് ഏണിങ്സ്. അവരുടെ ഏണിങ്സിൻ്റെ 60% റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. റിട്ടൻഷൻ റേഷ്യോ 60%. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാം, റിട്ടൻഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് എന്ത് കണ്ടുപിടിക്കാം? ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ ഗ്രോത്ത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു റിട്ടൻഷൻ ആണ്. ദാറ്റ് ഈസ് 10% × 60%. 6% ആണ് ഗ്രോത്ത്. ഇൻ ദിസ് കേസ് സ്റ്റേറ്റ് വെദർ ദർ വുഡ് ബി എനി ചേഞ്ച് ഇൻ ഗ്രോത്ത് റേറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കെയിൽ മാറ്റമുണ്ടോ, ഗ്രോത്തിൽ മാറ്റമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഗ്രോത്ത് കാണുന്നത് എങ്ങനെയാണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു റിട്ടൻഷൻ ആണ്. 10% × 60%, 6% ആണെന്നാണ് ഗ്രോത്ത് വരിക. ഇനി KE എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? വീണ്ടും ഫോമുലയിൽ അപ്ലൈ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ അവർ സോൾവ് ചെയ്തേക്കുന്ന മറ്റൊരു രീതിയിലാണ്. ആക്ച്വലി ആദ്യം നമ്മളെ പഠിച്ച രീതിയിൽ പറയാം. D1/P0 + G ആണ്. D1 എന്ന് പറയുമ്പോൾ ഗ്രോത്ത് അവിടെ മാറി, അത് 6% ആയി. അപ്പോൾ D1 എന്ന് പറയുന്നത് 25-ന് 6% ഗ്രോത്തും കൂടെ ചേരുന്നതായിരിക്കും. സോ 25-ന് 6% ഗ്രോത്ത് വിച്ച് ഈസ് 27 അല്ലെങ്കിൽ 26.50 ഡിവൈഡഡ് ബൈ P0 അവിടെ പറയുന്നുണ്ട് 1570 റുപ്പീസാണ് പ്ലസ് ഗ്രോത്ത് റേറ്റ് 6. അങ്ങനെയാണെങ്കിൽ 26.5 ബൈ 1570 × 100 പ്ലസ് 6 സോൾവ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി 7.69% എന്നാണ് വരിക. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിട്ട് വരേണ്ടത്. ഇനി നമ്മുടെ RTP എങ്ങനെയാണ് സോൾവ് ചെയ്തത്? RTPയിൽ മാത്രമല്ല, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലും ഉണ്ട് ഇങ്ങനൊരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. അവർ ചെയ്തേക്കുന്നത് അവിടെ കുറേ അസംഷൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡിവിഡൻഡ് 25 അല്ല. ഇപ്പോൾ റിട്ടൻഷൻ 60% ആണെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ റിട്ടൻഷൻ 60 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണ് പുതിയ ഡിവിഡൻഡ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് പഴയ ഗ്രോത്ത് നമുക്കെടുക്കാം. പഴയ ഗ്രോത്ത് 8% ആണ്. അപ്പോൾ പണ്ടത്തെ റിട്ടൻഷൻ എത്രയാണെന്ന് നോക്കുക. പണ്ട് ഗ്രോത്ത് റേറ്റ് 8% ആയിരുന്നു. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? പഴയത് തന്നെയാണ്, 10% ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ ചെയ്തപ്പോൾ നമുക്ക് എത്ര പെർസെൻ്റ് എന്ന് കിട്ടി? 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 8 ഡിവൈഡഡ് ബൈ 10% ആയിരിക്കും. അതായത് 80% ആയിരിക്കും. അപ്പോൾ അവിടുത്തെ പണ്ടുണ്ടായിരുന്ന റിട്ടൻഷൻ റേഷ്യോ, ഓൾഡ് റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് 80% ആണ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേ ഔട്ട് എത്ര? ഓൾഡ് പേ ഔട്ട് എന്ന് പറയുന്നത് 25% ആയിരിക്കും. 20% ആയിരിക്കും. നമുക്ക് ഡിവിഡൻഡ് അറിയാം, ഓൾഡ് ഡിവിഡൻഡ് അറിയാം. എത്ര? 25 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ പഴയ EPS എന്ന് പറയുന്നത് എന്താ? EPS ഇൻറ്റു പേ ഔട്ട് അല്ലേ ഡിവിഡൻഡ് എന്ന് പറയാം. അപ്പോൾ EPS ഇൻറ്റു 20% ആണ് 25 റുപ്പി എന്ന് പറയുന്നത്. എങ്കിൽ EPS എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 25 ഡിവൈഡഡ് ബൈ 20% ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 125 റുപ്പീസ് ആയിരിക്കും EPS. ഇപ്പോൾ പേ ഔട്ട് എത്രയിലോട്ട് മാറ്റി? റിട്ടൻഷൻ 60%-ലോട്ട് മാറ്റി അല്ലേ? ന്യൂ റിട്ടൻഷൻ എന്ന് പറയുന്നത് 60% ആണ്. എന്ന് പറഞ്ഞാൽ പേ ഔട്ട് എത്ര പെർസെൻറ്റേജ് ആയി? 40% ആയി. അങ്ങനെയാണെങ്കിൽ ന്യൂ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? EPS 125-ൻ്റെ 40% ആയിരിക്കും പുതിയ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് എത്ര രൂപ? 50 രൂപയായിട്ട് ഡിവിഡൻഡ് മാറും. ഈ അസംഷൻ തെറ്റാണോ? തെറ്റല്ല. പക്ഷേ ഇങ്ങനെ അസംഷൻ എടുത്താൽ ഇതേ അസംഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ സ്റ്റഡി മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്.
അവിടെ ഗ്രോത്ത് റേറ്റ് മാറിക്കഴിഞ്ഞാൽ പുതിയ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്ര ആവും എന്നുള്ള സെനാരിയോ ചോദിക്കുമ്പോൾ അവിടെ ഒരിടത്ത് പോലും നമ്മൾ ഇങ്ങനൊരു അപ്രോച്ച് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേ മെത്തേഡ് അവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അത് ചെയ്യാതെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഈ ഒരു മോഡലിൽ ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എനിക്കൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഈ അസംഷൻ തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അസംഷൻ കറക്റ്റാണ്, അസംഷൻ വാലിഡ് ആണ്, ഇങ്ങനെ ചെയ്യാം. പക്ഷേ കൺസിസ്റ്റൻസി വേണ്ടേ? സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ ഇതിന് സിമിലറായ എത്രയോ ഇലിസ്ട്രേഷൻസ് കിടപ്പുണ്ട്. അവിടെ ഒരിടത്തും അപ്ലൈ ചെയ്യാത്ത ഇങ്ങനൊരു ലോജിക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമായിട്ട് നമ്മൾ എന്തിനു അപ്ലൈ ചെയ്യണം? 2, എക്സാമിന് കുട്ടികൾ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ഈ മോഡലിൽ ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ മറ്റേ മോഡലിൽ ചെയ്യണം, ഇത് വെറുതെ സ്റ്റുഡൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും ഇല്ലാത്തൊരു അപ്രോച്ചാണ് ഈ ചെയ്തു വെച്ചേക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എക്സാമിന് ഇതേ സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ എങ്ങാണ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ എനിക്ക് അതിനകത്തൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു അപ്രോച്ചിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് വരേണ്ട ക്ലാരിറ്റിയാണ്. കാരണം ഇതുപോലത്തെ എത്ര സെനാരിയോ നമ്മൾ ഒരുപോലെ ചെയ്തിട്ടുണ്ട്, അവിടെ ഒന്നും ഇങ്ങനൊരു അപ്രോച്ച് ഫോളോ ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? KE കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പുതിയ ഡിവിഡൻറ്റ് 50 കിട്ടി. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ P0 1570 പ്ലസ് ഗ്രോത്ത് റേറ്റ്, ന്യൂ ഗ്രോത്ത് റേറ്റ് 6 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. 6% ഗ്രോത്ത് അപ്ലൈ ചെയ്യുക. അത് നമ്മൾ ചെയ്യുമ്പോൾ 9.18% എന്നാണ് പുതിയ KE കിട്ടുക. തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കറക്റ്റാണ്. പക്ഷേ എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം മാത്രമാണ് അവിടെ ബാക്കി വരിക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് റിസീവബിൾസിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. A firm has total sales of 200 lakh, of which 80% is on credit. It is offering credit terms of 2/14 at 120. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത നമ്മുടെ നോട്ട്സിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്, ഡിറ്റോ ക്വസ്റ്റ്യൻ ആണ്. ഓഫ് ദ ടോട്ടൽ 50% ഓഫ് കസ്റ്റമേഴ്സ് അവൈൽ ഓഫ് ഡിസ്കൗണ്ട് ആൻഡ് ബാലൻസ് പേ ഇൻ 120 days. അപ്പോൾ 50% കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ് ഡിസ്കൗണ്ട് വന്നത്? 2/14 at 120 ആണ് ക്രെഡിറ്റ് ടേംസ്. ഇപ്പോൾ ക്രെഡിറ്റ് ടേംസ് 2/14 at 120 എന്ന് പറഞ്ഞ മീനിങ് എന്താ? You will get 2% ഡിസ്കൗണ്ട് if you are making the payment within 40 days. മാക്സിമം ക്രെഡിറ്റ് പീരീഡ് is 120 days. ഇതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 40 ദിവസത്തിനകത്ത് 50% കസ്റ്റമേഴ്സ് പേ ചെയ്യുന്നുണ്ട്. ബാക്കി 50% ആൾക്കാർ 120 ഡേയ്സിലാണ് പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡ് എത്രയാണെന്ന് നോക്കണം. 40 ഡേയ്സിൽ 50% തരുന്നുണ്ട്, ബാക്കി 50% 120 ഡേയ്സിലുമാണ് തരുന്നത്. അപ്പോൾ 120യുടെയും 40യുടെയും കൂടെ ആവറേജ് ആണ് നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120യുടെയും 40യുടെയും കൂടെ ആവറേജ് എന്ന് പറയുമ്പോൾ ഒരു 80 ഡേയ്സ് ആണ് അവിടുത്തെ ആവറേജ് കളക്ഷൻ പീരീഡ് ആയിട്ട് വരിക. ഓക്കെ, ഇനി പാസ്റ്റ് എക്സ്പീരിയൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ബാഡ് അറ്റ് ലോസസ് ആർ അറൗണ്ട് 1.5% ഓഫ് ക്രെഡിറ്റ് സെയിൽ. നമ്മുടെ ബാഡ് അറ്റ് 1.5% ആണ്. ഫേം സ്പെൻസ് അബൌട്ട് 240,000 പെർ ആനം ടു അഡ്മിനിസ്ട്രേറ്റ് ക്രെഡിറ്റ് സെയിൽസ്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് പറയുന്നുണ്ട് 240. These are avoidable as a factory is prepared to buy firm's receivable. He will charge 2% commission. He will pay advance against receivable to the firm at an interest rate of 18% after withholding 10% as reserve. ചോദ്യം, ഡിറ്റർമിൻ ദ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറി. നമുക്ക് എഫക്റ്റീവ്ലി എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുക? നമുക്ക് ഫാക്ടറിങ്ങിൻ്റെ ഓരോ കോസ്റ്റായിട്ട് നോക്കാം. കോസ്റ്റ് ഓഫ് ഫാക്ടറി എന്തൊക്കെയാണ്? ഒന്ന്, ഫാക്ടറിങ് കമ്മീഷൻ. ഫാക്ടറിങ് കമ്മീഷൻ എത്രയാണ്? ഹി വിൽ ചാർജ് 2% കമ്മീഷൻ എന്നാണ് പറഞ്ഞത്. ഏതിൻ്റെ പുറത്താണ് 2% കമ്മീഷൻ? ക്രെഡിറ്റ് സെയിൽസിൻ്റെ പുറത്താണ്. എത്ര ക്രെഡിറ്റ് സെയിൽസ്? 200 ലാഖിൻ്റെ 80% ആണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയാം. അപ്പോൾ 200 ലാഖിൻ്റെ 80% ക്രെഡിറ്റ് സെയിൽ, അതിന് 2% ആണ് കമ്മീഷൻ. അപ്പോൾ ഇൻറ്റു 2%. സോ 200 ലാഖിൻ്റെ 80%, അതിന് 2% കമ്മീഷൻ, 3,20,000 റുപ്പി കമ്മീഷൻ. രണ്ടാമത്തെ കേസ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ആണ്. അതിന് ആദ്യം അഡ്വാൻസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അഡ്വാൻസ് എമൗണ്ട് എങ്ങനെ എടുക്കാം? ക്രെഡിറ്റ് സെയിൽസ് നോക്കുക. ക്രെഡിറ്റ് സെയിൽസ് 200 ലാഖിൻ്റെ 80% ആണ് എന്ന് പറഞ്ഞാൽ 160 ലാഖാണ് ക്രെഡിറ്റ് സെയിൽ. അതിൽ നിന്ന് അവർ റിസർവ് കട്ട് ചെയ്യും. റിസർവ് 10%. സോ 16 ലാഖ് റിസർവായിട്ട് പോകും. പിന്നെ അവർ നമ്മളുടെ കമ്മീഷൻ എമൗണ്ട് കൂടെ കട്ട് ചെയ്യും. കമ്മീഷൻ ഒരു 3,20,000 റുപ്പീസ് കമ്മീഷനുണ്ട്. അതും കൂടെ പോയിട്ട് അഡ്വാൻസ് എമൗണ്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 160 ലാഖിൽ നിന്ന് ഈ 16 ലാഖും 3 ലാഖ് കൂടെ മൈനസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 140.8 ലാഖാണ് നമ്മുടെ അഡ്വാൻസ് എമൗണ്ട് വരിക. അപ്പോൾ ഈ 140.80 ലാഖിന് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ്? 18% ആണ് ഇൻട്രസ്റ്റ്. എത്ര ദിവസത്തിനാണ്? 80 ഡേയ്സിനാണ്. എവിടെ നിന്നാണ് 80 വന്നത്? ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിച്ചതാണ് 80 എന്ന് വെച്ചാൽ 50% കസ്റ്റമേഴ്സ് 40 ഡേയ്സിലും 50% കസ്റ്റമേഴ്സ് 120 ഡേയ്സിലുമാണ് തരുന്നത്. അപ്പോൾ 120യുടെയും 40യുടെയും കൂടെ ആവറേജ് ആണ് 80 ഡേയ്സ്. ആ 80 ഡേയ്സിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ 140.80 ലാഖിന് 18%
80 ഡേയ്സിലേക്ക് 80/360. നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന 5,63,200 റുപ്പീസാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചെയ്യുന്നതായിരിക്കും. എത്ര രൂപ? 8,83,200 റുപ്പീസ് ആയിരിക്കും ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫാക്ടറിങ്. ഇനി അതിൽ നിന്ന് സേവിങ്സ് ഓഫ് ഫാക്ടറിങ് മൈനസ് ചെയ്യണം. അപ്പോൾ സേവിങ്സ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? നമ്മൾ സേവ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ബാഡ് ഡെറ്റ് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് 1.5% ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. 200 ലാഖിൻ്റെ 80% ആണ് ക്രെഡിറ്റ് സെയിൽ. ആ ക്രെഡിറ്റ് സെയിൽസിന് 1.5% ആണ് ബാഡ് ഡെറ്റ് വരിക. 200 ലാഖിൻ്റെ 80%, അതിന് 1.5% ബാഡ് ഡെറ്റ്, 2,40,000 റുപ്പി ബാഡ് ഡെറ്റ്. രണ്ടാമത് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് അവർ പറയുന്നത് അറൗണ്ട് 2,40,000 തന്നെയാണ്. അപ്പോൾ 2,40,000 റുപ്പി അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റും ഉണ്ട്. ടോട്ടൽ സേവിങ്സ് എന്ന് പറയുന്നത് 4,80,000 റുപ്പീസ് ആയിരിക്കും ടോട്ടൽ സേവിങ്സ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുക. അതായത് ഫാക്ടറിങ് നടത്തിയാൽ നമുക്ക് അവോയ്ഡ് ആവുന്ന കോസ്റ്റ് അത്രയാണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫാക്ടറിങ്ങിൽ നിന്ന് ഈ സേവിങ്സ് മൈനസ് ചെയ്തിട്ട് ബാക്കിയായിരിക്കും. അതായത് 4,03,200 റുപ്പീസ് ആയിരിക്കും നമ്മൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ 4,03,200 റുപ്പീസാണ് എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മെറ്റീരിയൽ ചെയ്യുന്നത് ഒരു മന്തിലേക്കുള്ള കോസ്റ്റൊക്കെ എടുത്തിട്ട് അതിനെ ആനുവലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ്. അൺനെസസറി കോംപ്ലിക്കേഷൻ ആണ്, അതിൻ്റെ ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതുപോലെ അവർ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. If bank finance for working capital is available at 12% interest, advice should the firm avail of factoring service. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ 12% ഇൻട്രസ്റ്റിന് അവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഫേം ഒരു ഫാക്ടറിങ് സർവീസ് അവൈൽ ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് കിട്ടിയ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ്ങിനെ ഒരു പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇത് ഇത്ര പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 12 ആണെങ്കിൽ ഇതിലേതാണ് ബെറ്റർ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ്ങിനെ നമുക്കൊരു പെർസെൻറ്റേജ് കോസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? നമ്മുടെ നെറ്റ് കോസ്റ്റ് എടുക്കുക, 4,03,200 റുപ്പി. ഇത് എത്ര രൂപ നമുക്ക് കിട്ടിയപ്പോഴാണ് ഈ 4,03,200 സ്പെൻഡ് ചെയ്തത്? നമ്മൾ 140.8 ലാക്ക് കിട്ടിയപ്പോഴാണ്, അല്ലേ? ഡിവൈഡഡ് ബൈ 140.8 ലാക്ക് എന്ന് വെച്ചാൽ 1,40,80,000. അപ്പോൾ നമ്മളുടെ കയ്യിൽ 1,40,80,000 റുപ്പീസ് കിട്ടിയപ്പോഴാണ് നമ്മൾ 4,03,200 റുപ്പീസ് സ്പെൻഡ് ചെയ്തത് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദ്യം. എഗെയിൻ ഇത് എത്ര ദിവസത്തിനാണ് അഡ്വാൻസ് കിട്ടിയത്? 80 ഡേയ്സിനാണ് അഡ്വാൻസ് കിട്ടിയത്. അപ്പോൾ ആനുവൽ ആക്കുകയാണെങ്കിൽ എത്ര? ഇൻറ്റു 360/80 അല്ലെങ്കിൽ 365/80. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും. കാരണം ഇത് 80 ഡേയ്സിൻ്റെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ആണ് കിടക്കുന്നത്. ഇതിനെ ആനുവൽ കോസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം, എന്നാലല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. So 4,03,200 divided by 1,40,80,000 into 100 into 360 divided by 80 അല്ലെങ്കിൽ 365/80 ചെയ്താൽ നമുക്ക് വരുന്ന കോസ്റ്റ് 12.89% ആണ്. എന്നാൽ നമ്മുടെ ബാങ്ക് ഫിനാൻസ് എത്ര അവൈലബിൾ ആണ്? ബാങ്ക് ഫിനാൻസ് 12% അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാക്ടറിങ് കോസ്റ്റിനേക്കാൾ കുറവല്ലേ ബാങ്ക് ഫിനാൻസ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ഫിനാൻസ് എടുക്കുന്നതല്ലേ ബെറ്റർ? നമ്മളിതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയത്. ഇനി അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ RTP സോൾവ് ചെയ്തപ്പോൾ അവിടെ ആദ്യം അവർ അഡ്വാൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 30,03,000 ആണ്. ഈ 30,03,000 എന്ന് പറയുന്ന അറ്റ് എ ടൈമിൽ അഡ്വാൻസ് ആണ്. അതായത് ഈ നമുക്ക് കിട്ടിയ അഡ്വാൻസിൽ നിന്ന് നെറ്റ് എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കൂടെ മൈനസ് ചെയ്തതിന് ശേഷമുള്ള ഫിഗറാണ് 30,03,000 എന്ന് പറയുന്നത്. പക്ഷേ ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ലോൺ എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിൻ്റെ പുറത്തല്ല, മറിച്ച് ലോൺ എമൗണ്ടിൻ്റെ പുറത്താണ്. നമ്മളിവിടുത്തെ കേസ് നമുക്ക് ലോൺ എമൗണ്ട് എത്രയാണ്? 31,28,000 ആണ്. ഈ 31,28,000 എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ ആവേണ്ട. അത് വൺ ടൈം കിട്ടുന്ന എമൗണ്ട് ആണ്. അവർ ആദ്യം വൺ ടൈം കിട്ടിയിട്ടാണ് ആനുവലിലോട്ട് കൺവേർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടിയ അഡ്വാൻസ് ആയ 140.80 ലാക്ക് ഉണ്ടല്ലോ, ഈ 140.80 ലാക്കിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് അവരുടെ 31,28,000 എന്ന് പറയുന്നത്. ഇനി ഈ കിടക്കുന്ന 30,03,000 എന്ന് പറയുന്നത് ഈ 140.8 ലാക്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് മൈനസ് ചെയ്തതിന് ശേഷമുള്ളതുമാണ്. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് മുമ്പുള്ള എമൗണ്ട് ആണ് എടുക്കേണ്ടത്. ഫോർച്ചുനേറ്റ്ലി അവർ ഓൾട്ടർനേറ്റീവ്ലി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ആ സൊല്യൂഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 12.89 തന്നെ അറൈവ് ചെയ്തിട്ടുണ്ട്.
ഇഫ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് ഇസ് കാൽക്കുലേറ്റ് ഓൺ ദ ബേസ് ഓഫ് ടോട്ടൽ എമൗണ്ട് അവൈലബിൾ ഫോർ അഡ്വാൻസ് ആൻഡ് ഇറ്റ് വിൽ ബി എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ഡിപ്പെൻഡ് ചെയ്താൽ മതി. എനിക്ക് മറ്റേത് കറക്റ്റായിട്ട് തോന്നുന്നില്ല. 13.42 എന്ന് പറയുന്ന കറക്റ്റ് ആൻസർ ആയിട്ട് തോന്നുന്നില്ല. 12.89 തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതിനെ ബാങ്ക് ഫിനാൻസ് ആയ 12 കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് ഇതിലേതാണോ ബെറ്റർ എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഏറ്റവും റേറ്റ് കുറവുള്ളത് ബാങ്ക് ഫിനാൻസ് ആയതുകൊണ്ട് നമുക്ക് ബാങ്ക് ഫിനാൻസ് എടുക്കുന്നതാണ് ബെറ്റർ എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മളുടെ RTP ക്വസ്റ്റ്യനകത്തുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനതിന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.